Good morning, all of you. ശശിസാര ആമുഖമായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഒന്ന് ബ്രീഫായിട്ട് പറയാം. നിങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് ഒരു 10 ഡേയ്സോളം ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ടാവും. വേറെ നിങ്ങളുടെ കുറച്ച് സ്കിൽസും സോഫ്റ്റ് സ്കില്ലായിട്ട് ബന്ധമുള്ളതും പിന്നെ കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധമുള്ള കുറച്ച് ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. ഇത് ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ വളരെ ലക്കിയാണ്. കാരണം കഴിഞ്ഞൊരു 5-6 years ആയിട്ടാണ് 5 to 6 years ആയിട്ടാണ് ഇങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഫെമിലിയറൈസേഷൻ പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത്. Day 1 മുതൽ നിങ്ങൾക്ക് പോലീസ് റിലേറ്റഡോ CRPC റിലേറ്റഡോ IPC റിലേറ്റഡോ ആയിട്ടുള്ള കാര്യങ്ങളല്ല, നിങ്ങൾക്ക് ഒരു ഓറിയൻറ്റേഷൻ തരികയാണ്. ഇത് കഴിഞ്ഞൊരു 5 to 6 years ആയിട്ടുള്ള കേരള പോലീസ് അക്കാഡമിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ ട്രെൻഡാണ്. ഇത് വളരെ പ്രൊഫഷണലായിട്ടൊരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ചെയ്യുന്ന ഇൻഡക്ഷൻ പ്രോഗ്രാം പോലെ തന്നെയുള്ള ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാമാണ്. ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്, കഴിഞ്ഞ 5 to 6 years ആയിട്ട് ഈ പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യണത് ഞാനും എൻ്റെ ടീമുമാണ്. അപ്പോൾ ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എന്ത് നല്ല ആശയങ്ങളും വളരെ പോസിറ്റീവായിട്ട് സ്വീകരിക്കുന്ന ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള പോലീസ് അക്കാഡമിയിലെ ഇവിടുത്തെ ഒഫീഷ്യൽസ് എല്ലാവരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം സ്കിൽ ഡെവലപ്മെൻ്റ് ആയിട്ടൊരു പ്രോഗ്രാം സ്റ്റാർട്ടിങ് തന്നെ ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ പുതിയ ടോപ്പിക്സ് കൊടുക്കുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന എന്താ പറയുക, വളരെയധികം ബ്രോഡായിട്ട് ചിന്തിക്കുന്ന ഒരു പറ്റം ഓഫീസേഴ്സ് ഉള്ള എന്താ പറയുക, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് അക്കാഡമിക്കുള്ള അവാർഡ് നേടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേരള പോലീസ് അക്കാഡമി. സോ കേരള പോലീസ് അക്കാഡമി ഇങ്ങനത്തെ ഒരു ഫെമിലിയറൈസേഷൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ കഴിഞ്ഞ 5 to 6 years ആയിട്ട് ഞാനും എൻ്റെ ടീമാണ് ചെയ്യണതെന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ടോപ്പിക്സ് ആണ്. ഈച്ച് ഡേ നിങ്ങൾക്ക് 2 topics ഉണ്ടാവും. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 110 മിനിറ്റോളം കഷ്ടി 2 മണിക്കൂർ ഇന്നുണ്ടാവില്ല. ഇന്ന് കുറച്ച് ചെറിയ വ്യത്യാസം വന്നു, കാരണം നമ്മൾ തുടങ്ങുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്. ഒരു ടോപ്പിക്കും അത് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്കും ആയിരിക്കും. അടുത്ത ഫാക്കൽറ്റി വരും, അടുത്ത ടോപ്പിക് ആയിരിക്കും. ഇന്ന് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക്ക്, ഫസ്റ്റ് ടോപ്പിക്ക് ആക്റ്റീവ് ലിസണിങ് ആൻഡ് എംപത്തറ്റിക് അപ്രോച്ച് എന്നുള്ള ടോപ്പിക്കാണ്. അതിനു മുമ്പ് നിങ്ങളാരും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കേണ്ട, പക്ഷേ എനിക്ക് നിങ്ങളെ കാണാനുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇന്നലെ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ പ്രിന്റ് എടുക്കാൻ പറഞ്ഞിരുന്നു, അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? കാരണം അത് സ്റ്റാർട്ടിങ്ങിൽ വേണ്ട, ബട്ട് ഓവർ എ പീരിയഡ് നമുക്കത് ആവശ്യം വരും കുറച്ച് കഴിഞ്ഞാൽ. സോ വി വിൽ ഗെറ്റ് ഇൻ ടു ദ ക്ലാസ്. ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ നമുക്കിപ്പോൾ ചെറിയൊരു ടൈം ഷോർട്ടേജ് ഉള്ള കാരണം നമുക്ക് അതിലേക്ക് പോകേണ്ട, നമുക്ക് അടുത്ത പ്രാവശ്യം തൊട്ട് പോകാം. ഇപ്രാവശ്യം ഞാൻ സെഷൻ കഴിഞ്ഞിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അവസരം തരാം. ഇടയിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. കാരണം ആസ് ഐ ടോൾഡ് യു, വി ആർ റണ്ണിങ് എ ഷോർട്ട് ഓഫ് അബൌട്ട് 20 minutes വി ആർ ഷോർട്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ല. എൻ്റെ പേര് രാജേഷ്. ഞാനൊരു 15 years plus ആയിട്ട് ഇവിടെ അക്കാഡമിയിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. ബേസിക്കലി ഞാനൊരു HR മെൻറ്ററാണ്. ഡീറ്റെയിൽസ് ഒക്കെ ആ പേപ്പറിലുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കുന്നില്ല. ഇന്നത്തെ ടോപ്പിക് ആക്റ്റീവ് ലിസണിങ് ആൻഡ് എംപത്തറ്റിക് അപ്രോച്ച്. ഇപ്പോൾ ഈ ടോപ്പിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ടോപ്പിക് ഇത്ര അത്യാവശ്യം ഉണ്ടോ എന്നുള്ളത്. ആക്ച്വലി ലിസണിങ് എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്കറിയാം. കമ്മ്യൂണിക്കേഷൻ രണ്ടെണ്ണമുണ്ട്, വെർബൽ ആൻഡ് നോൺ വെർബൽ. അത് ഞാൻ ടച്ച് ചെയ്യുന്നില്ല. ഈ നോൺ വെർബലിൻ്റെ ഒരു ഭാഗമാണ് ലിസണിങ് സ്കിൽ എന്നുള്ളത്. അപ്പം നോൺ വെർബലിൻ്റെ ഭാഗമായ ലിസണിങ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടോപ്പിക്ക് തരുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഇതിന് അത്രയും അത്യാവശ്യം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് നോൺ വെർബലിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എക്സ്പ്രഷൻസും ബോഡി ലാംഗ്വേജും ഐ കോൺടാക്റ്റിൻ്റെ കൂടെ ഇത് എടുക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ ലിസണിങ് മാത്രമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ആൻഡ് ബിലീവ് മീ, ലിസണിങ് ഇസ് വൺ മേജർ റീസൺ മെജോറിറ്റി ഓഫ് കംപ്ലയിൻസ് വരുന്നത്, എസ്പെഷ്യലി സോ CPOസിനും SIമാർക്കും. കാരണം സ്റ്റേഷൻ റിലേറ്റഡ് ഏറ്റവും അധികം കംപ്ലയിൻറ്റ്സ് വരുന്നത് ഇംപ്രോപ്പർ ലിസണിങ് അല്ലെങ്കിൽ ലിസണിങ് ഇമ്പയർമെൻറ്റ് കാരണമാണ്. പ്രോപ്പറായിട്ട് ലിസൺ ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ കാരണം പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, പല കോംപ്ലിക്കേഷൻസിലേക്ക് വരെ ചാടുന്നുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലിസണിങ്. അപ്പോൾ ഈ ടോപ്പിക് അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ആണ് ഇത് തരുന്നത്. ഇത് ഒരു പ്രാക്ടിക്കൽ സെഷനും കൂടി ആയിട്ട് നമുക്ക് എടുക്കാം. ഞാനത് എങ്ങനെ മാറ്റാം എന്നുള്ളതും അല്ലെങ്കിൽ ലിസണിങ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് വെറുതെ ഒരു തിയറി മാത്രമല്ല, അതിനൊരു എന്താ പറയുക, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിൽ എങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ ഉള്ളത് പറഞ്ഞുതരാം. ഏതായാലും ലിസണിങ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ പലരും പറയും ശ്രദ്ധിക്കുക, കേൾക്കുക എന്നൊക്കെ പറയും. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കും, അപ്പോൾ ഹിയറിംഗ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ചിരിക്കും. കാരണം കിട്ടില്ല. അതും കേൾക്കുകയാണെന്ന് പറയും.
ഒറ്റപ്പെട്ട കേസ് ചിലരെങ്കിലും ശരി ഉത്തരം തരുമായിരിക്കും. സ്മാർട്ടായ ചിലർ പറയും ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്ന് പറയും. ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് അതാണ് കറക്റ്റ് ആൻസർ. ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതാണ് ലിസണിങ്. അപ്പൊ ഹിയറിംഗ് എന്താ? ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ആൾ എന്തെങ്കിലും പറയുന്നു, ഒരു സൗണ്ട് കേൾക്കുന്നു, ആ സൗണ്ട് നിങ്ങളുടെ ചെവിയിൽ ചെല്ലുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇതിലേ കയറ്റി ഇതിലേ വിടുക എന്നുള്ളതല്ല, അത് നടക്കില്ല. പക്ഷെ ആ സൗണ്ട് ഇതിലേ കയറി ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ അത് ഹിയറിംഗ് ആണ്. പക്ഷെ ആ സൗണ്ട് ഇവിടെ കയറി അത് നിങ്ങളുടെ ന്യൂറോൺസ്, നെർവ്സ് വഴി നിങ്ങളുടെ ബ്രെയിനിലേക്ക് പോയി, ബ്രെയിൻ അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമ്പോൾ, ആ പറയുന്ന ഓരോ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമ്പോൾ അതാണ് ലിസണിങ്. അപ്പൊ ഹിയറിംഗ് എന്ന് പറയുമ്പോൾ ഒരു സൗണ്ട് മാത്രമാണ്. ലിസണിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ആ സൗണ്ട് എന്താന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതാണ് ലിസണിങ്. ഹിയറിംഗും ലിസണിങ്ങും തമ്മിൽ വ്യത്യാസം ഒന്നും കൂടി തെളിച്ചു പറഞ്ഞാൽ, ഒരു ഡേ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ലിസണിങ് ഉണ്ടാവും, സെക്കൻഡ് ക്ലാസ് തൊട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഹിയറിംഗ് ആയിരിക്കും എന്ന് സാരം. അത് അവോയ്ഡ് ചെയ്യാനാണ് സാറ് പറഞ്ഞ് നമുക്കൊരു 1 hour കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഒക്കെ തരാമെന്നുള്ളത്. ഐ വിൽ ബി പ്രൊവൈഡിങ് ദാറ്റ് ബ്രേക്ക്, നോ ഇഷ്യൂസ്. അപ്പം നമുക്ക് ലിസണിങ് എന്താണെന്ന് മനസ്സിലായി. അപ്പം ലിസണിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത് മനസ്സിലാക്കേണ്ടത് ലിസണിങ് എപ്പോഴൊക്കെയാണ് ഇമ്പയർഡ് ആവുക, അല്ലെങ്കിൽ പ്രോബ്ലം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ അറിയണം. ലിസണിങ്ങിന് 3 ബാരിയേഴ്സ് ഉണ്ട്. 3 ബാരിയേഴ്സ് ഓഫ് ലിസണിങ്, തടസ്സങ്ങൾ. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, ആവശ്യമുള്ളവർ നോട്ട് ചെയ്യാം. പറയാൻ കാരണമുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ ഒരു ക്ലാസ് 10 ദിവസത്തെ ഫെമിലിയറൈസേഷൻ ആണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചുമ്മാ അങ്ങ് ഇരുന്നാൽ മതി എന്നൊരു ധാരണയുണ്ടെങ്കിൽ ആ ധാരണ ഇപ്പോഴേ മാറ്റിക്കോളൂ. നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും ഈച്ച് പേപ്പറിനെ കുറിച്ച്. അത് എന്ന് നടത്തുന്നുള്ളത് ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. ബട്ട് ഇവിടെ എടുക്കുന്ന ഓരോ സബ്ജക്ട്സിനെ കുറിച്ചും ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. അന്ന് ഇത് നോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് സീരിയസ് ആയിട്ട് എടുത്തോളൂ. ഓക്കെ? അപ്പോൾ ആവശ്യമുള്ള മീൻസ് പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഫുള്ള് ക്ലാസ്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എഴുതണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾക്ക് നീഡുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യാം. ഫൈൻ. നൗ ലിസണിങ്ങിന് 3 ബാരിയേഴ്സ് ഉണ്ട്. എന്താ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ? ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ. 3 തടസ്സങ്ങളാണ് ലിസണിങ്ങിനുള്ളത്. ആ 3 തടസ്സങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അക്കാഡമിക് സേക്കിന് ഞാൻ 3ഉം പറഞ്ഞുതരും. പക്ഷേ നിങ്ങൾക്ക് ജോലി സംബന്ധമായ കാര്യത്തിന് ഒരെണ്ണം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം ബാക്കി 2 നിങ്ങളെ അങ്ങനെ ജോലി സംബന്ധമായി നിങ്ങളെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അക്കാഡമിക്കലി ഇത് ഞാൻ ക്ലാസ് എടുക്കുന്ന കാരണം ഞാൻ ഇത് 3ഉം പറഞ്ഞു തരാണ്. ഏതാണ് 3 ബാരിയേഴ്സ് ഓഫ് ലിസണിങ്? 1, ഫിസിക്കലി പ്രസന്റ് മെന്റലി ആബ്സെന്റ് ആയ അവസ്ഥ. ഫിസിക്കലി പ്രസന്റ് മെന്റലി ആബ്സെന്റ് ആയ അവസ്ഥ. എന്താ ഫിസിക്കലി പ്രസന്റ് മെന്റലി ആബ്സെന്റ് ആയ അവസ്ഥ? നിങ്ങൾ ക്ലാസ്സിലിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്കൂളിങ്ങളോ കോളേജോ ഒക്കെ ആലോചിച്ച് നോക്കൂ. ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സെഷനാണെന്ന് വിചാരിക്കുക. ഞാനൊരു ഉദാഹരണം എൻ്റെ തന്നെ പറയാം. ഇപ്പം ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ആർക്കൊക്കെ കെമിസ്ട്രി ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം പലർക്കും കോളേജ് ഡേയ്സിൽ കെമിസ്ട്രി ഇഷ്ടപ്പെടാത്തൊരു വിഷയമായിട്ടുള്ള കുട്ടികളുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലപ്പോൾ BSc കെമിസ്ട്രി ഒക്കെ എടുത്തിട്ടുള്ള കുട്ടികളുണ്ടാവും, എനിക്കറിയില്ല. കാരസ് അങ്ങനെ ഉണ്ടാവും. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ +2 ആയിരിക്കും നിങ്ങളൊക്കെ പലരും. ഞാനൊക്കെ പ്രീ ഡിഗ്രി പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്കായിരുന്നു. ഐ ഹാഡ് മൈ പ്രീ ഡിഗ്രി എഡ്യൂക്കേഷൻ അറ്റ് മൂവാറ്റുപുഴ, നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. ഇതിലിപ്പോൾ മൂവാറ്റുപുഴക്കാരുണ്ടെങ്കിൽ മനസ്സിലാവുമായിരിക്കും. നിർമ്മല കോളേജ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ മൂവാറ്റുപുഴ. അപ്പോൾ പ്രീ ഡിഗ്രി അവിടെയായിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രിക്ക് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബയോളജി പഠിക്കുന്ന ഗ്രൂപ്പ്, ബയോ സയൻസ് എടുക്കുന്ന ഗ്രൂപ്പ്. അപ്പോൾ ഞങ്ങൾക്ക് കെമിസ്ട്രി ഉണ്ട്. കെമിസ്ട്രി ക്ലാസ് എടുത്തിരുന്നത് ഒരു സിസ്റ്ററാണ്. എനിക്കിപ്പോഴും പേര് ഓർമ്മയുണ്ട്. സിസ്റ്റർ ലീനസ് എന്ന് പറയുന്ന സിസ്റ്ററാണ്. നല്ല പ്രായമായിട്ടുള്ള ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ എടുത്തിരുന്നത് കെമിസ്ട്രിയുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗമാണ്. കെമിസ്ട്രി 2-3 പ്രൊഫസർമാരുണ്ടാകും. സിസ്റ്റർ എടുത്തിരുന്നത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗമാണ്. ഈ CH3, CH2, COOH ഒക്കെ പറയുന്ന ആ സംഭവം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വിഷയം കെമിസ്ട്രിയിൽ ഈ ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു. ഇനി അടുത്ത സീനും കൂടി ആലോചിക്കുക. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ്, നമുക്ക് ഇഷ്ടപ്പെടാത്ത വിഷയം. ക്ലാസ് എടുക്കുന്നതിന് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് പറയാം, നിങ്ങളൊക്കെ ഒരു യങ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരി ടീച്ചറാണെങ്കിൽ നമ്മൾ പിന്നെയും ആ ടീച്ചറെങ്കിലും ശ്രദ്ധിച്ചിരിക്കും, ക്ലാസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ. ബട്ട് ഇവിടെ ഒരു പ്രായമായ സിസ്റ്ററാണ് എടുക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രി. സ്വാഭാവികമായിട്ട് ഉറങ്ങാനും പറ്റില്ല, ഉറങ്ങിയപ്പെടും. കാരണം ഞങ്ങളുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പ് ആയ കാരണം 10 ആൺപിള്ളേരും 77 പെൺപിള്ളേരും ആയിരുന്നു മൂവാറ്റുപുഴയിൽ ഞങ്ങളുടെ ആ ക്ലാസ്സിൽ. 10 boys and 77 girls. അപ്പോൾ ഈ 10 boys ഇരിക്കുന്നത് 3 ബെഞ്ചിലായിട്ടാണ്. എങ്ങനെ ഉറങ്ങിയാലും ഇവരുടെ കണ്ണിൽ പെടും. ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കുന്നത് എങ്കിലും പെടും. അപ്പോൾ ഉറങ്ങില്ല, നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഇരിക്കും. ആ അവസ്ഥയാണ് ഫിസിക്കലി പ്രസന്റ് മെന്റലി. കാരണം സിസ്റ്റർ ക്ലാസ് എടുക്കും, നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടാവും.
സിസ്റ്റർ ചിലപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കും. നമ്മളിങ്ങനെ ശ്രദ്ധ കൂടണ കാരണം നമ്മളോടാണ് ചോദിക്കേണ്ടത് പോലെ നമ്മൾ അറിയില്ല. നമ്മൾ അപ്പോഴിങ്ങനെ കണ്ണിങ്ങനെ തുറന്നിങ്ങനെ ഇരിക്കും. ഓക്കെ, ടീച്ചർ ഇന്നത്തെ കാലത്ത് പറ്റില്ല, പണ്ട് കാലത്തൊക്കെ ഡസ്റ്റോ ചോക്കോ ഒക്കെ ഇങ്ങനെ എറിയും. അത് നമ്മുടെ ശരീരത്തിൽ കൊണ്ടാൽ നമ്മൾ അപ്പോഴാണ് കണ്ട് എന്താ സിസ്റ്റർ അല്ലെ എന്താ ടീച്ചർ എന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുക. ആ അവസ്ഥയാണ് ഫിസിക്കലി പ്രസന്റ് മെന്റലി ആബ്സെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് മനസ്സിലാക്കുക. സോ ദാറ്റ് ഇസ് വൺ തിങ്. ഫസ്റ്റ് ബാരിയർ ഫിസിക്കലി പ്രസന്റ് മെന്റലി ആബ്സെന്റ് ആയ അവസ്ഥ. സെക്കൻഡ് ബാരിയർ ഡിസ്റ്റർബൻസ് ഇൻ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്. ഡിസ്റ്റർബൻസ് ഇൻ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്. എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് പുറമെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ എല്ലാവരും അറ്റൻറ്റീവായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് പറഞ്ഞാൽ ക്ലാസിന്റെ വെളിയിൽ നിന്ന് അർത്ഥമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള എന്തും എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് ആണ്. അപ്പം നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കയ്യിലുള്ള മൊബൈൽ ശബ്ദിച്ചു എന്നിരിക്കട്ടെ, ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള വാട്ടർ ബോട്ടിൽ താഴെ വീണു എന്നിരിക്കട്ടെ, എന്താ ഉണ്ടാവുക? ഒരു സൗണ്ട് ഉണ്ടാവും. അതൊരു ഡിസ്റ്റർബൻസ് ആണ്. ഈ സൗണ്ട് ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ക്ലാസ്സിലുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധ ആ സൗണ്ടിലേക്കാണ് പോവുക, ഞാൻ പറയുന്ന ഇതിലേക്കല്ല. അപ്പൊ എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ ഒരു സൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ പോകുന്നുണ്ട്. അതും ലിസണിങ്ങിന്റെ ഒരു ബാരിയർ ആണ്, ഡിസ്റ്റർബൻസ് ഇൻ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്. സോ ദീസ് ആർ ദ ടു ബാരിയേഴ്സ് വിച്ച് ഐ വാണ്ടഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഇനീഷ്യലി. ഇത് ഇനീഷ്യലി എന്ന് പറഞ്ഞ കാര്യം ഫിസിക്കലി പ്രസന്റ് മെന്റലി ആബ്സെന്റ് ആയ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ വൺസ് ഓൺ ഡ്യൂട്ടി ആ ടൈം ഫുള്ള് ഡ്യൂട്ടിയിലായിരിക്കും. നിങ്ങൾക്ക് ചുമ്മാ അങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ആലോചിച്ചിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത് അക്കാഡമിക്കലി ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് അത് അഫക്ട് ചെയ്യില്ല. രണ്ട്, എക്സ്റ്റേണൽ എൻവിറോൺമെന്റിലെ ഡിസ്റ്റർബൻസ്. നിങ്ങൾ ഇരിക്കാൻ പോകുന്ന സ്റ്റേഷനിൽ എപ്പോഴും സംഭവ ബഹുലമായിരിക്കും നിങ്ങളുടെ ജീവിതം. എപ്പോഴും ആരെങ്കിലും വരുന്നു, പ്രശ്നങ്ങൾ, വാദി പ്രതി, പല ഇഷ്യൂസ്, കോള്, എന്താ പറയുക, ചീത്തവിളി, പല പല ഇഷ്യൂസാണ്. ഒരു പോലീസുകാരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി പ്രൊഫഷണൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത നിമിഷം എന്താ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ സ്റ്റേഷന്റെ പരിധിയിൽ അടുത്ത നിമിഷം ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അപ്പൊ അങ്ങനെയാണ് ഒരു പോലീസുകാരുടെ ലൈഫ്. ബാക്കിയുള്ള പ്രൊഫഷൻസ് പോലെയല്ല. നിങ്ങൾക്ക് എസ്പെഷ്യലി സോ ഈ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുമ്പോൾ, ഒരു ഒഫീഷ്യൽ ഇതിലേക്ക് പോകുമ്പോൾ അങ്ങനെ ആവണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് മിനിറ്റിൽ എന്താ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത, അങ്ങനെ ഒരു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു എന്താ പറയുക, ഡിസ്റ്റർബൻസ് ഉള്ള എൻവിറോൺമെന്റിൽ തന്നെയായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക. സോ ഇത് രണ്ടും നിങ്ങളെ അഫക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നിങ്ങൾ അത് രണ്ടും, ആ രണ്ട് എൻവിറോൺമെന്റ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത് അങ്ങനത്തെ വേറെ ഒരു സംഭവം വരുന്നില്ല. മൂന്നാമത്തെ കാര്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം. അതാണ് നിങ്ങളെ ഏറ്റവും അധികം അഫക്ട് ചെയ്യാൻ പോകുന്നത്, ഇമോഷൻസ്. ഇമോഷൻ ഒരു മേജർ ബാരിയർ ഓഫ് ലിസണിങ് ആണ്. ഇമോഷൻ. ഓക്കെ, ഇനി ഇമോഷൻ ഒരു മേജർ ബാരിയർ ഓഫ് ലിസണിങ് എന്ന് ഞാൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് എന്തൊക്കെയാണ് ഇമോഷൻസ് എന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഞാൻ പറഞ്ഞില്ല, വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം. അപ്പോൾ പലരും പല പല ഉത്തരങ്ങൾ പറയും. ഞാൻ സാധാരണ എൻ്റെ ഒരു അനുഭവം പറയാം. പോലീസുകാരുടെ ഇതേമാതിരി CPOs ആണെങ്കിലും SIമാരുടെ ആണെങ്കിലും ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സാറേ വിഷമം, ദേഷ്യം എന്നൊക്കെയാണ് പറയാറ്. തുടക്കം അതൊക്കെയാണ്. പിന്നീട് പതുക്കെ സന്തോഷത്തിലേക്കൊക്കെ വരുമായിരിക്കും. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ വരിക ഈ വിഷമവും ഈ ദേഷ്യവും എന്നുള്ള ഇത്തരം ആൻസേഴ്സ് ആണ് വരാറ്. ഏതായാലും എന്നോട് ഇമോഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയാ ലവ്, ലസ്റ്റ്, ഹാപ്പിനെസ് എന്നൊക്കെയാണ് പറയുള്ളൂ. നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഇമോഷൻ പറഞ്ഞുകൂടെ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങളോട് ഞാൻ അത് തന്നെയാണ് പറയുന്നത്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. 24 മണിക്കൂർ ലസ്റ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ല ഞാൻ പറഞ്ഞത്. ബട്ട് ഞാൻ പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സെൻസേഷൻസിന്റെ കാര്യം മാത്രമാണ്. ഇമോഷൻസ്, അപ്പം ഇങ്ങനെ കുറേ ഇമോഷൻസ് ഉണ്ട്. ഇതിൽ എല്ലാ ഇമോഷൻസ് ഉണ്ടാകുമ്പോഴും നമ്മുടെ ലിസണിങ് അഫക്റ്റ് ആവട്ടാ. ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇന്ന് മനസ്സിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ. എല്ലാ ഇമോഷൻസും, വിഷമം തോന്നുമ്പോഴോ ദേഷ്യം തോന്നുമ്പോഴോ മാത്രമാണ് ലിസണിങ് അഫക്റ്റ് ആവുക എന്നൊരു ധാരണയുണ്ടെങ്കിൽ ആ ധാരണ മാറ്റിവെച്ചോളൂ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അറൌണ്ട് 2000+ 2600ഓളം കാഡറ്റ്സ് ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗത്തായിട്ട് കെപ്പയിലും പിന്നെ KAPയിലെ പല ക്യാമ്പുകളിലായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, ഇതിൽ ലേഡീസ് ഉള്ള ക്ലാസ്സസ് ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാവോ? എനിക്കൊന്ന് അറിയാൻ. ആരും സൗണ്ട് ഒന്നും ഉണ്ടാക്കണ്ട. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് വെദർ ലേഡി കാഡറ്റ്സ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇനഫ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട്. ഇല്ല, ബാക്കി ക്ലാസ് റൂമിലൊന്നും പലതും കാണാനില്ല, ചിലതിലായുള്ളൂ. അപ്പോൾ ഉള്ളിടത്ത് കാണാനില്ല. ഏതായാലും ഫൈൻ.
ഞാൻ ലേഡീസ് ചോദിക്കാൻ കാരണം വേറെ ഒന്നല്ല, ലേഡീസ് ആർ മോർ ഇമോഷണൽ ദാൻ മെയിൽസ്. ഈ ഇമോഷൻസ് കൂടുതൽ അഫക്ട് ചെയ്യുന്ന ലേഡീസിനെയാണ്, എല്ലായ്പ്പോഴും അല്ല, ബട്ട് പൊതുവെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ ഇമോഷൻ അഫക്റ്റ് ആവുമോ നോക്കാൻ നമുക്കൊരു കാര്യം കൂടി, ഒരു എക്സാമ്പിൾ കൂടി നോക്കാം നമുക്ക്. ഇമോഷൻ വെദർ ഇറ്റ് വിൽ അഫക്ട് യുവർ ലിസണിങ് ഓർ നോട്ട് എന്ന് നോക്കാം. ഓൾ ഓഫ് യു വാച്ച് ടെലിവിഷൻ അല്ലേ? എല്ലാവരും ടി വി കാണുന്ന വ്യക്തികളാണ്. ഇതിൽ ഒന്ന് കൈപ്പൊക്കണം. ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോൾ, കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആരൊക്കെയാ? ഒന്ന് കൈപ്പൊക്കെ, ഒന്ന് കാണാനാ. ലാസ്റ്റ് 2 ഇയേഴ്സിനുള്ളിൽ ഫ്യൂ ഹാൻഡ്സ്. ലാസ്റ്റ് 5 ഇയേഴ്സിനുള്ളിൽ അപ്പം നിങ്ങളും പെടും. ഈ 2 ഇയേഴ്സ് കൈ താഴ്ത്തണ്ട, നിങ്ങളും പെടും. ലാസ്റ്റ് 5 ഇയേഴ്സ് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും പെടും. ഓക്കെ, ഇനഫ്. ഐ ജസ്റ്റ് വാണ്ട് ടു ഫൈൻഡ് ഔട്ട്. കല്യാണമായിട്ട് ഇത് ബന്ധമൊന്നുമില്ല, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാനായിരുന്നു. മോർ ദാൻ 5 ഇയേഴ്സ് ആയിട്ട് കല്യാണം കഴിഞ്ഞ ആരൊക്കെയല്ലേ? മോർ ദാൻ 5 ഇയേഴ്സ്, മോർ ദാൻ 5 ഇയേഴ്സ്. ഓക്കെ, ഇനഫ്. ഐ ജസ്റ്റ് വാണ്ട് ടു ഫൈൻഡ് ഔട്ട് സംതിങ്, ദാറ്റ്സ് ഇറ്റ്. ലുക്ക്, എല്ലാവരും മിഥുനം സിനിമയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിരിക്കുക. ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ എന്തായാലും അത് കണ്ടിരിക്കുക. അതൊക്കെ ലൈഫിൽ അപ്ലിക്കബിൾ ആണ് പലപ്പോഴും. മുമ്പ് പറഞ്ഞ പ്രേമിച്ച് കല്യാണം കഴിച്ചവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതൊക്കെ പിന്നീട് ബൂമറാങ് ആയിട്ട് വരും, ചോദിക്കുകയൊക്കെ ചെയ്യും. അന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ. റൈറ്റ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മളൊക്കെ നല്ല ലിസണേഴ്സ് ആയിരിക്കും. പിന്നെ 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 ചിലപ്പോഴൊക്കെ, എപ്പോഴൊന്നും പറയില്ല, ചിലപ്പോഴൊക്കെ നമ്മൾ ലിസണിങ് മാറ്റി ഹിയറിങ് ആവും വീട്ടിൽ. ചിലപ്പോൾ ഇറ്റ് ഹാപ്പൻസ്. ആരും പർപ്പസ്ഫുള്ളി അല്ല, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. ഭാര്യയോട് സ്നേഹമില്ലാണ്ടോ ഭർത്താവിനോട് സ്നേഹമില്ലാണ്ടോ ഒന്നുമല്ല, സ്വാഭാവികം. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. നെഗ്ലക്ട് ചെയ്യലല്ലാട്ടാ ഞാൻ ഈ പറയുന്നത്. ഇറ്റ് ക്യാൻ ഹാപ്പൻ. നമുക്ക് പല ഞാൻ നേരത്തെ പറഞ്ഞ ബാരിയേഴ്സ് കാരണമാണത് ആ ലിസണിങ് അഫക്ട് ചെയ്യണേ. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാനാണ് ചോദിച്ചതെന്നുള്ളൂ. എല്ലാവരും ടി വി കാണുന്നവരായിരിക്കും നമ്മളൊക്കെ അല്ലേ? നിങ്ങൾ ഈ ടി വി കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സീരിയൽസൊക്കെ അല്ലെങ്കിൽ ഈ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് അപ് ടു 9 o'clock വരെ, അല്ലെങ്കിൽ 8:30 വരെ, അല്ലെങ്കിൽ 9 വരെ രാത്രി. 9 കഴിഞ്ഞിട്ടാണ് ന്യൂസ് ഉണ്ടാവുക. മിക്ക ന്യൂസ് ചാനൽസിൽ അവരുടെ പ്രൈം ടൈം ന്യൂസ് 9 മണിക്കാണ്, 9 to 10 ആണ്. ചർച്ചകളും കാര്യങ്ങളും. അതിന്റെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കണ്ട, അതൊക്കെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് അതിലേക്ക് പോകണ്ട. അപ്പോൾ ഈ പ്രൈം ടൈം ന്യൂസ് 9 മണിക്ക്, അല്ലെങ്കിൽ കോമഡി ഷോസ് ആണ് ചില ചാനൽസിൽ ഈ 9 മണി കഴിഞ്ഞാൽ. ചിലതിൽ റിയാലിറ്റി ഷോ പോലത്തെ കോമഡി ഷോസ് ആണ്, കുറെ സ്കിറ്റുകളൊക്കെ ആയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതിന് ഡിഫറൻസ് ഉണ്ട് ഇതിങ്ങനെ കാണിക്കാൻ. കാരണം അവർ 9 മണി വരെ അല്ലെങ്കിൽ 8:30 വരെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഫീമെയിൽ ഓഡിയൻസിനെയാണ്. അപ്പൊ ഈ 8:30 കഴിഞ്ഞാൽ എന്താ സാറേ ഫീമെയിൽ ഓഡിയൻസ് കാണില്ല എന്ന് ചോദിക്കരുത്. 8:30 കഴിഞ്ഞാൽ 9 കഴിഞ്ഞാൽ ഫീമെയിൽ ഓഡിയൻസ് പല വീടുകളിലും കാണുന്നില്ല. കാരണം 9 മണിക്ക് നിങ്ങൾക്ക് ഡിന്നർ കഴിക്കണമെങ്കിൽ 8:30 ഈ ലേഡി കിച്ചണിൽ കയറണം. അത് ചൂടാക്കി, ഫുഡ് ചൂടാക്കി, അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയോ എക്സെട്ര ഉള്ള വർക്ക് വരും. പ്ലസ് കൊച്ചുങ്ങളുണ്ടെങ്കിൽ അവരെ സ്കൂളിലേക്ക് വിടാനോ അവരുടെ പുസ്തകങ്ങൾ എടുപ്പിക്കാനോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും വരും, എടുത്തു വെപ്പിക്കാനൊക്കെ. സ്കൂളിലേക്ക് പോകാനുള്ള ബുക്സ് അറേഞ്ച് ചെയ്യുക, ചെറിയ കൊച്ചുങ്ങളാണെങ്കിൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഫീമെയിൽ പേഴ്സൺ ഇൻവോൾവ് ആവുന്നത് കൊണ്ടാണ് ഒരു 8-9 കഴിയുമ്പോൾ ഇവർ മാറി നിൽക്കുന്നത്. ആ സമയത്താണ് മെയിൽ സെൻട്രിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് വരുന്നത്. ഈ മെയിൽ സെൻട്രിക് പ്രോഗ്രാംസ് ആണ് ഈ ന്യൂസ് ഐറ്റംസ്, കോമഡി ഷോസ്. എന്താ ഈ കോമഡി ഷോസിന്റെ ഒക്കെ പ്രത്യേകത? ഇന്ന് കണ്ടില്ലെങ്കിൽ നാളെ, ഇന്ന് കണ്ടില്ല എന്ന് വിചാരിച്ച് നാളെ കാണാണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിനൊരു കണ്ടിന്യൂറ്റി ഇല്ല. ഇന്ന് നമ്മൾ ഫ്രീ ആണോ ഇന്ന് കാണും, ഇന്ന് ഫ്രീ അല്ലേ കാണില്ല, നാളെ വന്നാൽ നാളെ കാണാം. ഈ സ്കിറ്റുകളൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇരിക്കുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യലാണ്. ഓക്കെ, സോ ജനറലി മെയിൽസ് അതാണ് പ്രിഫർ ചെയ്യണത്. എസ്പെഷ്യലി ജോലിക്ക് പോകുന്ന മെയിൽസ് ഇതാണ് പ്രിഫർ ചെയ്യണത്. ഒന്ന് കറണ്ട് അഫയേഴ്സ് അറിയണം, ന്യൂസ് അറിയണം. 2 ഒന്ന് റിലാക്സ് ചെയ്ത് കോമഡി ഒക്കെ കാണണം. അതല്ലാതെ ഈ വലിച്ചു നീട്ടിയിട്ടുള്ള സീരിയൽസ് കാണാൻ ജനറലി ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. ബട്ട് ജനറലി വി പ്രിഫർ സച്ച് സ്കിറ്റ്സ്. അപ്പൊ നമ്മളിങ്ങനെ സ്കിറ്റൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അടുക്കളയിൽ ഇരിക്കണ ഭാര്യ വിളിച്ചു പറയണേ, സംസാരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ കണ്ട് സലീം കുമാറിനെയും സുരാജ് വെഞ്ചാരമൂടിനെയും ഒക്കെ കണ്ടിങ്ങനെ ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ്, അതേ നാളെ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നമുക്കൊന്ന് ടൗണിലുള്ള ഇന്ന ഹോസ്പിറ്റലിലൊന്ന് പോകണം. എൻ്റെ അമ്മാവൻ്റെ മോള് പ്രസവിച്ച് കിടപ്പുണ്ട്, കൊച്ചിനെ നമുക്ക് കാണാൻ പോകണം, ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് മുമ്പേ പോകണം. അപ്പം നിങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ പോവാലോ, പോവാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചിരിക്കുക. കാരണം യു ആർ എൻജോയിങ് ദ കോമഡി ഷോ. ഓക്കെ, നിങ്ങൾ പോവാലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിരിച്ച് ഹാപ്പിയായി ഇരിക്കുന്ന നിങ്ങൾ പിന്നീട് എന്തൊക്കെയോ ചോദിക്കുന്നത്, എന്തൊക്കെയോ പറയുന്നുണ്ട്, വാട്ട് എവർ. 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഫുഡ് ഏതായാലും ടേബിളിൽ വരുന്നുണ്ട്. നിങ്ങൾ
ടേബിളിൽ വന്നിരുന്നു, ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുമ്പോഴാണ് വൈഫ് അഗെയിൻ, അപ്പം നാളെ പോകുന്ന വഴിക്ക് നമുക്ക് ആ മെഡിക്കൽ ഷോപ്പിലൊന്ന് കയറി ജോൺസൺ ആൻഡ് ജോൺസന്റെ ആ ബേബി കിറ്റ് ഒന്ന് മേടിക്കണം, എന്തേലും കൊടുക്കണ്ടേ, ചുമ്മാ കൈയും വീശി പോകാൻ പറ്റുമോ? അപ്പോഴാണ് നിങ്ങൾ പോവേ, എങ്ങോട്ട് പോകാൻ? ഭാര്യ അപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണ ഭാര്യ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നിങ്ങളോടല്ലേ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ് നാളെ എൻ്റെ അമ്മാവൻ്റെ മോളുടെ പ്രസവിച്ച് കിടപ്പുണ്ട്, കാണാൻ പോകണമെന്ന്. ദാറ്റ് ഈസ് വെയർ സംതിങ് സ്ട്രൈക്സ് യു. അയ്യോ നാളെ നടക്കില്ല, നാളെ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേഷൻ്റെ പരിധിയിൽ ഒരു സമരമൊക്കെ നടക്കാൻ പോകുന്നുണ്ട്, പിള്ളേരുടെ ആകെ പ്രശ്നമാണ്, ലേറ്റായ SI ചീത്ത പറയും, ജോലിക്ക് പ്രശ്നമാണ്, പ്രൊബേഷൻ പീരീഡാണ്. നിങ്ങൾ ഇത്രയേ പറയുള്ളൂ, ബാക്കി പുള്ളിക്കാരി പറഞ്ഞോളൂ. നിങ്ങളിപ്പോൾ പഴയ പോലെ കേൾക്കുന്നില്ല, പണ്ട് എന്തൊരു സ്നേഹമായിരുന്നു, ഞാൻ ഫോണിൽ കൂടെ രാത്രി പതുക്കെ പറയുന്നത് പോലും നിങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ടിട്ട് എനിക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ മുമ്പിലിരുന്ന് ഇത്ര ഉറക്കെ പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുന്നില്ല, ആ പഴയ സ്നേഹമൊന്നുമില്ല, എക്സെട്ര 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 ഉള്ള ഒരു ലോങ് ലിസ്റ്റ്. കേട്ടിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാവോ, ഒന്ന് അറിയാനോ? ഇല്ലാന്ന് മാത്രം പറയരുത്. ആരും കേട്ടിട്ടില്ലേ? ഓക്കെ, കൈ താഴ്ത്താം. ഓക്കെ ഓക്കെ ഫൈൻ. ലുക്ക്, ദീസ് തിങ്സ് ഹാപ്പൻ. എന്താ പറ്റിയിട്ടുള്ളത്? നിങ്ങൾ നെഗ്ലക്ട് ചെയ്തതാണോ? അല്ല. നിങ്ങൾ പരിപൂർണമായിട്ട് കേൾക്കാതെയാണോ? അതുമല്ല. കാരണം പരിപൂർണമായിട്ട് കേൾക്കാതെയാണെങ്കിൽ നിങ്ങൾ ഉത്തരം പറയില്ല. ഇത് യു ആൻസേർഡ് ബാക്ക്. അവിടെയാണ് പ്രോബ്ലം ഉണ്ടായത്. യു ആൻസേർഡ് ബാക്ക്. അതിൻ്റെ ആൻസർ ചെയ്തതിൻ്റെ പുറത്താണ് നിങ്ങൾക്ക് പിന്നെയും ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്തത്. നിങ്ങൾക്ക് പറ്റിയത് ഞാൻ ആദ്യം പറഞ്ഞ സംഭവമാണ് ഇമോഷൻ. നിങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു, നിങ്ങൾ കോമഡി കണ്ട് വളരെ ഹാപ്പി ആയിരുന്നു, ആ ഇമോഷണൽ സ്റ്റേറ്റിലാണ് നിങ്ങൾ ആൻസർ ചെയ്തത്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈവൻ ഹാപ്പിനെസ് നിറഞ്ഞു നിൽക്കുമ്പോൾ ലിസണിങ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ആലോചിച്ച് നോക്കുക, അല്ലാത്ത അവസ്ഥ, ബാക്കിയുള്ള അവസ്ഥ. രാവിലെ വരുമ്പോൾ സുപ്പീരിയറുടെ ചീത്ത കേട്ടിട്ടാണ് വരുന്നതെങ്കിലാ, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് വന്ന വഴിക്ക് 4 ഫയറിങ്, എന്തോ ഇന്നലെ ഉണ്ടായ അബദ്ധത്തിന്. ഇമാജിൻ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. സ്ട്രെസ്ഡ് ആണ് നിങ്ങൾ. ചീത്ത മാത്രമാണെങ്കിൽ ഒരു ചെറിയ സ്ട്രെസ്സേ ഉള്ളൂ. ചീത്തയുടെ കൂടെ ഇന്നലെ ഉണ്ടായത് ഇത്രയും കൂടി സീരിയസ് സംഭവമാണ്, അതിനൊരു എക്സ്പ്ലനേഷൻ, റിട്ടൺ എക്സ്പ്ലനേഷനും കൂടി ചോദിക്കുകയാണെങ്കിലോ നിങ്ങൾ സ്ട്രെസ്ഡ് ആവും. കാരണം പ്രൊബേഷൻ ടൈമാണ്, ഇതിലെന്തെങ്കിലും പ്രശ്നം ആയിക്കഴിഞ്ഞാൽ പണി പോകുമോ എന്നുള്ള പേടി വരെ ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കൂ, ആ ഇമോഷനിൽ അന്നത്തെ ദിവസം നിങ്ങളുടെ ലിസണിങ് എന്തായിരിക്കുന്നത്. ഇപ്പം ഇരുന്ന് ആലോചിച്ച് നോക്കൂ. ഹാപ്പിനെസ് നിറഞ്ഞു നിൽക്കുമ്പോൾ പോലും ലിസണിങ് അഫക്റ്റ് ആവുന്നുണ്ടെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ലിസണിങ് എത്രമാത്രം അഫക്റ്റ് ആവും. ചിലപ്പോൾ ആ എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന കാര്യത്തിന് നിങ്ങളെ പണി പോകില്ല, പക്ഷെ ആ ദിവസം ഇംപ്രോപ്പർ ലിസണിങ് കാരണം നിങ്ങൾക്ക് വരുന്ന ചില കംപ്ലൈൻറ്റ്സ് വലുതാണെങ്കിൽ ജോലിക്ക് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, ഇത് ഫാക്റ്റാണ്. ഇമോഷൻസ് പ്ലേ എ ബിഗ് റോൾ ഇൻ അഫക്റ്റിംഗ് ലിസണിങ്. വലിയൊരു ബാരിയറാണ്. അതുകൊണ്ടാണ് ആ ബാരിയർ ഞാൻ ആദ്യമേ പറഞ്ഞത്. സോ വാട്ട് ആർ ദ 3 ബാരിയേഴ്സ് ഓഫ് ലിസണിങ്? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ ഒരു ഡിസ്റ്റർബൻസ് വന്ന ബാരിയറാണ്. ഫിസിക്കലി പ്രസന്റ്, മെന്റലി ആബ്സെന്റ് ആയ ആ അവസ്ഥയിൽ ഒരു ബാരിയറാണ്. മൂന്നാമത്തെ ഇമോഷൻ. ദീസ് ആർ ദ 3 ബാരിയേഴ്സ് ഓഫ് ലിസണിങ്. ഓക്കെ, സോ യു ഗോട്ട് 3 ബാരിയേഴ്സ് ഓഫ് ലിസണിങ്. ഫൈൻ. ഇനി ബാരിയേഴ്സ് ഓഫ് ലിസണിങ് പറഞ്ഞു, അതിനു മുമ്പ് ലിസണിങ് എന്താണെന്ന് അറിഞ്ഞു. സാറേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, എൻ്റെ ലിസണിങ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? എത്ര പേർക്ക് ആ സംശയമുണ്ട്, ആഗ്രഹമുണ്ട് ലിസണിങ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്? അപ്പം ലിസണിങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ, ലിസണിങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ലിസണിങ് ഏതാ സ്റ്റൈൽ എന്നുള്ളത് അറിയണം. ലിസണിങ് സ്കില്ലല്ലാട്ടാ ഞാൻ പറഞ്ഞത്. സ്കില്ല് എന്ന് പറഞ്ഞാൽ കഴിവാണ്, സ്റ്റൈലാണ്. സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ചില കഴിവുകളെയാണ് നമ്മൾ സ്കിൽസ് എന്ന് പറയുന്നത്. ആ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് തരാനേ എനിക്ക് പറ്റുള്ളൂ. സ്റ്റൈലായിട്ടൊരു ബന്ധമില്ല. നമുക്ക് ഓരോരുത്തർക്കും ഒരു സ്റ്റൈൽ ഓഫ് ലിസണിങ് ഉണ്ട്. ലോകത്തുള്ള സകല ലിസണേഴ്സിനെയും 4 സ്റ്റൈലിൽ ഉൾപ്പെടുത്താൻ പറ്റും. 4 സ്റ്റൈൽ ഓഫ് ലിസണിങ്. അപ്പൊ ഈ 4 സ്റ്റൈലിൽ ഏത് സ്റ്റൈലാണോ നല്ലത്, ഏതാണോ മോശം എന്നൊന്നും ചോദിക്കരുത്. 4ഉം ഗുണമുണ്ട്, ദോഷവുമുണ്ട്. എൻ്റെ ശൈലി ഇന്നതാണെങ്കിൽ എനിക്കത് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇന്ന ശൈലി റീറ്റെയിൻ ചെയ്തുകൊണ്ട്, ഇന്ന സ്റ്റൈൽ റീറ്റെയിൻ ചെയ്തുകൊണ്ട് അതിൻ്റെ നെഗറ്റീവ്സ് എനിക്ക് കുറയ്ക്കാൻ പറ്റിയാൽ ആ സ്റ്റൈലിൽ നിന്ന് എനിക്ക് എൻ്റെ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ.
അല്ലാണ്ട് ലിസണിങ് സ്റ്റൈൽ ആരുടെയും മാറ്റാൻ പറ്റില്ല. നമ്മുടെ സ്റ്റൈൽ സെയിം ആയിരിക്കും. ആ സ്റ്റൈൽ റീറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ആ സ്റ്റൈലിനോട് അനുബന്ധിച്ച് വരുന്ന നെഗറ്റീവ് കാര്യങ്ങൾ മാറ്റിവെച്ചാൽ നമ്മുടെ ലിസണിങ് സ്കില്ല് ഇംപ്രൂവ് ആവും. ഇതാണ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമുക്ക് ലിസണിങ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ലിസണിങ് സ്റ്റൈല് അറിയണം. അപ്പൊ ലിസണിങ് സ്റ്റൈല് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ആൻസർ ഷീറ്റ് എടുക്കുക. എല്ലാവരും ആ ആൻസർ ഷീറ്റ് എടുക്കുക. ഇതുപോലൊരു ആൻസർ ഷീറ്റാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത്. മനസ്സിലായോ? ഇതുപോലൊരു ആൻസർ ഷീറ്റ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ഇതില് നിങ്ങൾ നോക്കേണ്ടത് ഒരു 20 ചോദ്യങ്ങളുണ്ട്. 1 to 20 ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ആൻസർ ഷീറ്റ് നോക്കിയാൽ മതി. നേരെ നോക്കിയിരിക്കണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. കയ്യിൽ ആൻസർ ഷീറ്റ് നോക്കുക. 20 മീൻസ് ക്വസ്റ്റ്യൻസിന്റെ ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ക്വസ്റ്റ്യന്റെ നേരെയും 1 2 3 4 5 ഉണ്ട്. 1 2 3 4 5. ഓക്കെ, അത് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൾവേസ് ആണെങ്കിൽ 5 റൗണ്ട് ചെയ്യണം, ഫ്രീക്വന്റ്ലി ആണെങ്കിൽ 4 റൗണ്ട് ചെയ്യണം, സംടൈംസ് എന്ന് വെച്ചാൽ 50-50 ആണെങ്കിൽ 3 റൗണ്ട് ചെയ്യണം. ഇല്ലേ, കണ്ടില്ലേ? റെയർലി, നവറിനൊക്കെ എഴുതിയിട്ട് 1 2 3 4 5 എങ്ങനെയാ മാർക്ക് ചെയ്യേണ്ടത്? അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? എങ്ങനെയാ റൗണ്ട് ചെയ്യേണ്ടതെന്നുള്ള മാർക്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഞാനാ പറയാ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കുറിച്ച് ആലോചിക്കുക. ഓരോ സ്റ്റേറ്റ്മെന്റും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഓരോ സ്റ്റേറ്റ്മെന്റും നിങ്ങളത് ആലോചിച്ച് 1 2 3 4 or 5 മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ടിപ്പിക്കൽ ജനറലി മലയാളീസ് സേഫ് കളിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. പ്രത്യേകിച്ച് അത്തരം വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കളിക്കരുത്. ആ ടിപ്പിക്കലി 2 3 4 മാർക്ക് ചെയ്ത് സെൻട്രലിൽ നിന്ന് അങ്ങ് കളിക്കാം. 1 ഉം 5 ഉം വേണ്ട, സേഫ് ആയാലോ എന്ന് വിചാരിക്കരുത്. എനിക്ക് നഷ്ടമില്ല, നിങ്ങൾക്ക് നഷ്ടമില്ല. കാരണം നമ്മുടെ ശൈലിയാണ് നമ്മൾ അസസ് ചെയ്യണേ. അപ്പൊ സേഫ് കളിക്കാൻ നോക്കിയിട്ട് എക്സ്ട്രീംസ് എടുക്കാതിരുന്നാൽ സേഫ് ആയി എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല ഇത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ആൻസർ ഷീറ്റ്സ് നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ കളക്ട് ചെയ്യില്ല, അവിടെ ആരും കളക്ട് ചെയ്യില്ല. സോ ധൈര്യമായിട്ട് മാർക്ക് ചെയ്തോ. ഞാൻ അതിൽ നിങ്ങൾ എന്താ മാർക്ക് ചെയ്തതെന്ന് ചോദിക്കില്ല. ഓക്കെ, സോ ആ ഒരു കംഫർട്ടിൽ ഇരുന്നിട്ട് ആൻസർ മാർക്ക് ചെയ്താൽ മതി. ഐ എം നോട്ട് ഗോയിങ് ടു ആസ്ക് എനിത്തിങ്. യു ആർ ഗോയിങ് ടു ഹാവ് ദ പേപ്പർ വിത്ത് യു. നിങ്ങൾക്ക് അത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ അതൊരു ഗൂഗിൾ ഫോം തന്നിട്ട് അതിൽ ഫില്ല് ചെയ്ത് തിരിച്ചയക്കണം എന്നേ പറയുള്ളൂ, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ. അപ്പൊ എനിക്കത് ആവശ്യമില്ല. നിങ്ങളുടെ അസസ്മെന്റ് ആണ്. സോ സേഫ് കളിക്കരുത്. സേഫ് ആയിട്ട് നിന്ന് 2 3 4 മാർക്ക് ചെയ്ത് 1 and 5 ആണ് നിങ്ങൾ ഉത്തരമെങ്കിൽ 1 or 5 തന്നെ മാർക്ക് ചെയ്യണം. കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ആർ യു പീപ്പിൾ വിത്ത് മീ? ക്ലിയർ ആണോ ഇൻസ്ട്രക്ഷൻ? ക്ലിയർ ആണെങ്കിൽ കൈ പൊക്കുക, ക്ലിയർ അല്ലെങ്കിൽ 2 കൈ പൊക്കുക, ക്ലിയർ ആണെങ്കിൽ 1 കൈ പൊക്കുക. ക്ലിയർ ആണ്? ഓക്കെ, ഇനഫ്. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റേറ്റ്മെന്റ്സ് പറയാം. ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പൊ അൺമ്യൂട്ട് ചെയ്യാം. ആ ക്ലാസ്സുകാർ അൺമ്യൂട്ട് ചെയ്ത് എന്നോട് ചോദിക്കാം. പക്ഷെ ശ്രദ്ധിക്കുക, അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ മ്യൂട്ടാക്കുക, അല്ലെങ്കിൽ എക്കോ വരും. ഓക്കെ, നിങ്ങൾ കാരണം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരും. ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം, എന്ത് സംശയം വന്നാലും. കാരണം ഇത് നിങ്ങളുടെ അസസ്മെന്റ് അല്ലെങ്കിൽ തെറ്റും. അത് തെറ്റരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. റൈറ്റ്? സോ ഞാൻ സ്റ്റേറ്റ്മെന്റ്സ് പറയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഇംഗ്ലീഷിലാണ് സ്റ്റേറ്റ്മെന്റ്, അത് വായിക്കും. ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് ആൻസർ എഴുതിയാൽ മതി. I as a person focus attention on the other person's feeling when listening to him or her. ഒരാൾ എന്നോട് സംസാരിക്കുകയാണ്, ഞാൻ ലിസൺ ചെയ്യാണ്. ആളെന്റെ മുമ്പിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. സംസാരിക്കുന്ന ആള് ഫോണിൽ കൂടി സംസാരിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ അകലെ ഇരുന്നിട്ടാണ്, അല്ലേ? നിങ്ങൾ ലിസൺ ചെയ്യാണ്. അപ്പൊ ഇവിടെ ഇതുപോലെ കണക്കാക്കിയാൽ മതി. ഇതിപ്പോ ഒന്നല്ലേ മൈക്കിലൂടെ മീൻസ് സ്ക്രീനിലൂടെ കാണുന്നുണ്ട്. ടെലിഫോണിക്കലി ആണെങ്കിൽ യു വോണ്ട് ബി സീയിങ് ദാറ്റ് പേഴ്സൺ, ലിസണിങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോലും കൺസിഡർ ചെയ്യാം. ഒരാൾ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുകയാണ്, നിങ്ങൾ ലിസണറാണ്.
ഇനി ഈ ചോദ്യത്തിലേക്ക് ഒന്നുകൂടി വരാം. I as a person focus attention on the other person's feeling when listening to him or her. അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധ, എൻ്റെ ഫോക്കസ് ആ സംസാരിക്കുന്ന വ്യക്തിയുടെ ഫീലിങ്സിലേക്ക് പോകാറുണ്ട്. എൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ എൻ്റെ ഫോക്കസ് ആ സംസാരിക്കുന്ന വ്യക്തിയുടെ അയാൾ ഏത് ഫീലിങ്സിലാണ്, വിഷമത്തോടു കൂടിയാണോ അവൻ പറയുന്നത്, സന്തോഷത്തോടു കൂടിയാണോ, എക്സൈറ്റഡ് ആയിട്ടാണോ, ദേഷ്യത്തോടു കൂടിയാണോ. അപ്പോൾ ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ ലിസൺ ചെയ്യുന്ന ഞാൻ, എൻ്റെ ശ്രദ്ധ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സംസാരിക്കുന്ന വ്യക്തിയുടെ ഫീലിങ്സിലേക്ക് പോകാറുണ്ട്. ഇനി അത് ഹൗ ഫ്രീക്വന്റ്ലി എന്ന് നോക്കി നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ മാർക്ക് ചെയ്യുക. എനി ഡൗട്ട്സ്? നോ. എനി ഡൗട്ട്സ്? ഇല്ല. ഫൈൻ. സ്റ്റേറ്റ്മെന്റ് 2. Statement 2. When listening to others, I as a person quickly notice if they are pleased or disappointed. ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ക്വിക്ലി നോട്ടീസ്, പെട്ടെന്ന് ശ്രദ്ധിക്കും. എന്ത്? സംസാരിക്കുന്ന ആള് പ്ലീസ്ഡ് ആണോ, സന്തോഷവാനാണോ, സംതൃപ്തനാണോ, ഓർ ഡിസപ്പോയിന്റഡ് ആണോ എന്ന്. ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ ഐ ക്വിക്ലി നോട്ടീസ്, ഐ നോട്ടീസ് എന്നല്ലാട്ടാ പറയണേ, ഐ ക്വിക്ലി, പെട്ടെന്ന് ശ്രദ്ധിക്കും. എന്നിട്ട് വേണം, ആ വാക്കിന് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ക്വിക്ലി എന്ന് വെറുതെ പറഞ്ഞതല്ല, അത് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ. ഐ ക്വിക്ലി നോട്ടീസ് വെദർ ദ സ്പീക്കർ ഈസ് പ്ലീസ്ഡ് ഓർ ഡിസപ്പോയിന്റഡ്. ഉത്തരം എഴുതിക്കോ. റൗണ്ട് ചെയ്താൽ മതി. നിങ്ങൾ ഏതാണോ ഉത്തരം അത് റൗണ്ട് ചെയ്യാം, സർക്കിൾ ചെയ്യാം. ഓവർ. Fine. Any doubts? ഇല്ല. Okay. Third statement. I as a person become involved when listening to the problem of others. Yes. ഒരാൾ എന്നോട് അയാളുടെ പ്രശ്നങ്ങൾ പറയാണ്, പ്രോബ്ലംസ് പറയാണ്. അയാളുടെ പ്രോബ്ലംസ് പറയുമ്പോൾ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഞാൻ ആലോചിക്കാറുണ്ട്. ഐ ബിക്കം ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ മെന്റലി ഇൻവോൾവ് എന്ന് കേട്ടാ. ഒരാൾ എന്നോട് അയാളുടെ പ്രശ്നങ്ങൾ പറയാണ്, അയാൾ പറഞ്ഞു തുടങ്ങി, കുറെ നേരം പറയും, കാരണം വലിയ പ്രശ്നമാണ്. പക്ഷെ അയാൾ പ്രശ്നം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആ പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗങ്ങൾ ഞാൻ മനസ്സിൽ ആലോചിച്ച് വെക്കാറുണ്ട്. ഐ ബിക്കം ഇൻവോൾവ് വെൻ ലിസണിങ് ടു ദ പ്രോബ്ലം ഓഫ് അതേഴ്സ്. ഇനി ഉത്തരം എഴുതാം. ഓവർ. Any doubts? Doubt ഉണ്ടോ? ഇല്ല. Fourth statement. I as a person try to find common areas of interest when listening to new acquaintances. New acquaintance എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് പരിചയപ്പെടുന്ന വ്യക്തികൾ. ഇപ്പം നിങ്ങളൊക്കെ ന്യൂ അക്വൈൻറ്റൻസ് ആണ്, നിങ്ങൾ പരസ്പരം ആദ്യമായിട്ട് അപ്പം കാണുന്നത് ചിലരെങ്കിലും. അപ്പം നിങ്ങൾ പുതിയതായിട്ട് പരിചയപ്പെടാണ്. അപ്പം നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുമ്പോൾ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണേ? നമ്മൾ ചെന്ന വഴിക്ക് ഒരാളെ ഫ്രണ്ട് ആക്കുകയാണോ? അല്ല. ചിലപ്പോൾ ചെന്ന വഴിക്ക് പരിചയപ്പെട്ട ആളാവണം എന്നില്ല, ചിലപ്പോൾ ആവാം, ചിലപ്പോൾ ആവണം എന്നില്ല നമ്മുടെ ഫ്രണ്ട്. 9 മാസത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ വേറെ ചിലരാവാം നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്. കാരണം എങ്ങനെയാ? നമ്മളൊരാളെ പരിചയപ്പെടുമ്പോൾ നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആശയവിനിമയം നടത്തും. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചിന്താഗതിയും പുള്ളിയുടെ ചിന്താഗതിയും ഒന്നാണോ എന്നുള്ളത്, നമ്മൾക്ക് കോമൺ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ കോമൺ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും നമ്മുടെ എപ്പോഴും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ. അങ്ങനെ ഉണ്ടാവണേ, കോമൺ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്. സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും സ്പോർട്സ് ഹെയ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതാ വെച്ചാൽ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും, ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത വ്യക്തി മീൻസ് വിഷയം ഏതാ വെച്ചാൽ സ്പോർട്സ് അല്ല എന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ ഒരിക്കലും സൗഹൃദം ഉണ്ടാവില്ല. കാരണം അവർ തമ്മിൽ ഇനീഷ്യലി ഉണ്ടാവില്ല, വേറെ പല കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്താലൊക്കെ ഉണ്ടാവും. ഞാൻ അതല്ല പറയണേ. ന്യൂ അക്വൈൻറ്റൻസ് വരുമ്പോൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ കോമൺ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്, നമ്മൾ അതേ രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ കമ്പനി. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും. അപ്പൊ ന്യൂ അക്വൈൻറ്റൻസിനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ എപ്പോഴും കോമൺ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരിക്കലും ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല നിനക്ക് സ്പോർട്സ് ഇഷ്ടമാണോടാ എന്ന് നമ്മൾ ചെല്ലുമ്പോഴേക്കും ചോദിക്കില്ല. അതിങ്ങനെ കോൺവെർസേഷൻസിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് എന്താണ് താല്പര്യം എന്നുള്ളത്. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. I as a person try to find common areas of interest when listening to other new acquaintances. ഒരാള് നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുമ്പോൾ അയാൾ ഒരേ വിഷയം സംസാരിക്കുമ്പോൾ എനിക്കും അയാൾക്കും ഇഷ്ടപ്പെടുന്ന കോമൺ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ഞാനത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. അയാളോട് ചോദിച്ച് മനസ്സിലാക്കുന്നല്ലാട്ടാ പറയണേ. അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലപ്പോഴായിട്ട് പല വിഷയങ്ങൾ അയാൾ പറയുമ്പോൾ
ഓ നമുക്കും കൂടി താല്പര്യമുള്ള വിഷയം പുള്ളി പറയുന്നുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഹൗ ഓഫൻ ഉത്തരക്കടലാസിൽ ആൻസർ എഴുതുക. 1 2 3 4 5 ഏതാണ് മാർക്ക് ചെയ്യുക. ഓവർ. ഫൈൻ. Fifth statement. I as a person nod my head and or use eye contact to show interest in what others are saying. ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന വിഷയത്തിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കാണിക്കാൻ ഞാൻ ഒന്നെങ്കിൽ അയാളുടെ മുഖത്തേക്ക് നോക്കുകയോ അല്ലെങ്കിൽ തല ആട്ടുകയോ. നോഡ് മൈ ഹെഡ് ഓർ യൂസ് ഐ കോണ്ടാക്ട്. മുഖത്തേക്ക് കണ്ണിലേക്ക് നോക്കി ഇരിക്കും. അപ്പോൾ ഒരാൾ എന്നോട് സംസാരിക്കുകയാണ്. അയാൾ സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ ഒന്നെങ്കിൽ ഞാൻ തലയാട്ടും അല്ലെങ്കിൽ ഞാൻ അയാളുടെ കണ്ണിലേക്ക് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യും. ചിലപ്പോൾ കണ്ണിലേക്ക് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് തലയാട്ടും. രണ്ടും കൂടി ഒരുമിച്ചും ചെയ്യാം. ഇത് ഞാൻ ചെയ്യാറുണ്ട്. I as a person nod my head and or use eye contact to show interest in what others are saying. Any doubt? ഇല്ല. ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ഷീറ്റ് ഒരിക്കൽ കൂടി നോക്കുക. ഒരു കാര്യം പറഞ്ഞുതരാം. ആൻസർ ഷീറ്റിൽ 1 2 3 4 5 ഒക്കെ ഉണ്ട്. ഇതിൽ നിങ്ങൾ ചില ചോദ്യത്തിന് 1 റൗണ്ട് ചെയ്തിട്ടുണ്ടാവും, ചിലതിന് 2 റൗണ്ട് ചെയ്തിട്ടുണ്ടാവും, ചിലതിന് 3 റൗണ്ട് ചെയ്തിട്ടുണ്ടാവും, ചിലതിന് 4 ഉണ്ടാവും, ചിലതിന് 5 ഉണ്ടാവും. നിങ്ങൾ എന്താ റൗണ്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഏതായാലും 1ഉം 2ഉം 3ഉം റൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നെഗ്ലക്ട് ചെയ്യുക, അത് നോക്കണ്ട. 4ഉം 5ഉം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉദാഹരണത്തിന് ആദ്യത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനും മൂന്നാമത്തെ ചോദ്യത്തിനും നിങ്ങൾ 1 2 3യിൽ ഏതെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് 3ഉം നിങ്ങൾ കൗണ്ട് ചെയ്യണ്ട. 4ാമത്തെയും 5ാമത്തെയും ചോദ്യത്തിന് നിങ്ങൾ 4ഓ 5ഓ റൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2ഉം മാത്രം എടുക്കുക. അപ്പൊ അത് 4ഉം 5ഉം ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ അല്ലാട്ടാ പറയണേ, റൗണ്ട് ചെയ്താ പറയണേ. 4ഉം 5ഉം ആണ് നിങ്ങൾ റൗണ്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് 2ഉം ആഡ് ചെയ്യുക. അപ്പൊ 4 + 5 9. 4 + 5 9. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ 5 ചോദ്യത്തിനും നിങ്ങൾ 4ഉം 5ഉം റൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ 0 ആണ്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. 0 കിട്ടിയെന്ന് വിചാരിച്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി അല്ല 4 5ഉം ഒരു 4ഉം ആണ് റൗണ്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ 4 5 20 + 1 4 24. നിങ്ങളുടെ ആൻസർ 24 ആണ്. അത് നിങ്ങളുടെ ഇതിന്റെ നേരെ, നിങ്ങളുടെ ആ ചോദ്യത്തിന്റെ നേരെ, ആ 5 എണ്ണത്തിന്റെ നേരെ പീപ്പിൾ ഓറിയന്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പീപ്പിൾ ഓറിയന്റഡ്. ആ പീപ്പിൾ ഓറിയന്റഡിന്റെ ആ ലൈനിന്റെ അവിടെ ആ ടോട്ടൽ എഴുതുക. ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു. ബാക്കിയുള്ളവർ മിണ്ടാണ്ടിരിക്കുക. മണിയാർ ക്യാമ്പിലെ മാത്രം ആൾക്കാർ ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. അത് കഴിഞ്ഞ് അടുത്തേക്ക് കടക്കാം. അടുത്ത ആൾക്കാർക്ക് ഞാൻ അവസരം തരാം. KP തൃപ്പൂണിത്തുറ. യെസ്, ടെൽ മീ. ചാറ്റിൽ വന്നിട്ടുണ്ട്. യെസ്, എന്താണ്? വിൽ ഡു വൺ തിങ്. ഡൗട്ട്സ് വി വിൽ കീപ് ഇറ്റ് അസൈഡ്. ആദ്യം ആൻസർ ചെയ്ത് വന്നോളൂ. ഡൗട്ട്സ് വി വിൽ കീപ് ഇറ്റ് അസൈഡ്. ഞാൻ എന്ന 6th സ്റ്റേറ്റ്മെന്റ് വായിക്കാം. നമുക്കത് കഴിഞ്ഞിട്ട് സം ടോട്ടൽ ചെയ്യുന്നത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഒരിക്കൽ കൂടി. ആഫ്റ്റർ സം ടൈം മേ ബി ഓഡിയോ വിൽ ബി ഓൾ റൈറ്റ്. 6th സ്റ്റേറ്റ്മെന്റ് വായിക്കാം. 6ാമത്തെ സ്റ്റേറ്റ്മെന്റ്. 6ാമത്തെ. I as a person become frustrated when others do not present their ideas in an orderly, efficient way. ഒരാള് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഓർഡറിൽ പറയും. ചില ആൾക്കാർ അങ്ങനെയല്ല. ആദ്യം പറയേണ്ടത് പിന്നീട് പറയും, ലാസ്റ്റ് പറയേണ്ടത് ആദ്യം പറയും. അങ്ങനെ ഒരു ജംബിൾഡ് ആയിട്ട് പറയും. ഒരു ക്ലിയറിലല്ല പറയാം, ഒരു ഓർഡറിലല്ല പറയാം. ഓക്കെ, ഇവിടെ പറയുന്നത് അയാൾ പറയുന്ന കാര്യം ഒരു ഓർഡറിൽ, ഒരു സീക്വൻസിലല്ല പറയുന്നതെങ്കിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവും. കേൾക്കുന്ന ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവും. എന്നോട് സംസാരിക്കുന്ന വ്യക്തി ഒരു ഓർഡറിൽ അല്ല എന്നോട് പറയുന്നതെങ്കിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആകും. ഇനി ഉത്തരം മാർക്ക് ചെയ്യാം. Statement 7. When listening to others, I as a person tend to focus on any inconsistencies and or errors in what is being said. ഒരാള്
എന്നോട് സംസാരിക്കുമ്പോൾ, ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടോ, നേരത്തെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞ ഇപ്പൊ മാറ്റി പറയുന്നുണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എന്റെ ഫോക്കസ് പോവും, എന്റെ ശ്രദ്ധ പോകും. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരാൾ എന്നോട് സംസാരിക്കുകയാണ്, ഞാൻ ലിസൺ ചെയ്യാണ്, എന്റെ ഫോക്കസ്, എന്റെ ശ്രദ്ധ അയാൾ പറയുന്നതിലെ ഇൻകൺസിസ്റ്റൻസീസ്, എറേഴ്സ്, മിസ്റ്റേക്സ്, നേരത്തെ പറഞ്ഞതിൽ മാറ്റി പറയണ്ടല്ലോ, അല്പം മുമ്പ് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ, ഇപ്പൊ മാറിയില്ലോ, ഇങ്ങനെയുള്ള മിസ്റ്റേക്സിലും ഇൻകൺസിസ്റ്റൻസീസിലേക്കും എന്റെ ശ്രദ്ധ പോകാറുണ്ട്. Statement 8. Statement 8. I as a person jump ahead and or finish speaker's thoughts. Yes. ഒരാൾ എന്നോട് സംസാരിക്കുകയാണ്, അയാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കും, അയാൾ സംസാരിച്ച് തീർക്കണ്ടാട്ട, കഴിയുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ഇന്നതാണ് പറയാൻ പോകുന്നേ. ഉത്തരം എഴുതാൻ വരട്ടെ. ചില വ്യക്തികളെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ധാരണയുണ്ടാവും. ചില വ്യക്തികൾ അങ്ങനെയാണ്, അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കറിയാം ഇവർ ഏതാ ടൈപ്പ് എന്ന് അറിയാം, ആൾക്കാർ. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തികൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തി ആയിരിക്കാം. അയാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഇയാൾ എത്തിക്കാൻ പോകുന്നത് ഇന്ന സ്ഥലത്തേക്കാണ്. ഹി ഈസ് ഗോയിങ് ടു ടേക്ക് അസ് ടു ദിസ് പ്ലേസ്. പറഞ്ഞു വരുന്നത് ഇന്ന പോയിന്റിലേക്കാണ്. ജമ്പിങ് അഹെഡ് ആൻഡ് ഫിനിഷിംഗ് സ്പീക്കേഴ്സ് തോട്ട് എന്ന് പറയും. നിങ്ങളോട് അടുപ്പമുള്ള ആളാണെങ്കിൽ ഇങ്ങനത്തെ മീൻസ് അവസരങ്ങളിൽ നിങ്ങൾ പറയും, നീ ഇതല്ലേ പറയാൻ പോണേ. നിങ്ങൾക്ക് അങ്ങനെ അടുപ്പമില്ല, നിങ്ങൾ ഇത്തിരി കൂടി സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കും, ജമ്പിങ് അഹെഡ് ആൻഡ് ഫിനിഷിംഗ് സ്പീക്കേഴ്സ് തോട്ട്, ഇയാൾ ഇന്നതാണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. അതിനെയാണ് ജമ്പിങ് അഹെഡ് ആൻഡ് ഫിനിഷിംഗ് സ്പീക്കേഴ്സ് തോട്ട് എന്ന് പറയുന്നത്. ഞാൻ ആ സെന്റൻസ് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഐ ആസ് എ പേഴ്സൺ ജമ്പ് അഹെഡ് ആൻഡ് ഓർ ഫിനിഷ് സ്പീക്കേഴ്സ് തോട്ട്. ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും ഇയാൾ ഇന്നതാണ് പറയാൻ പോകുന്നത്. ക്ലിയർ? ക്ലിയർ? ഓക്കെ. 9th statement. Statement 9. I as a person become impatient with people who ramble on during conversation. ഈ പറഞ്ഞു തന്നെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അസ്വസ്ഥനാവും, കേൾക്കുന്ന ഞാൻ അസ്വസ്ഥനാവും. ഒരാൾ എന്നോട് പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ കേൾക്കുന്ന ഞാൻ അസ്വസ്ഥനാകും. Statement 10. Statement 10. I as a person ask questions to help speakers get to the point more quickly. ഇത് വേറെയാണ് കേട്ടോ കാര്യം. ഞാനൊരു കാര്യം പറയാണ്, പക്ഷെ ഞാൻ വലിച്ചു നീട്ടി പറയുന്ന ആളാന്നിരിക്കട്ടെ, നീട്ടിയാ ഞാൻ പറയുള്ളൂ, ഞാൻ ഒന്നും പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് പറയുന്ന വ്യക്തിയല്ല. അങ്ങനെയാണെങ്കിൽ എന്നെ പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കും. ഞാനൊരു ഉദാഹരണം തരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ അതാത് ക്യാമ്പിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വേറെ ജില്ലയിലത്തെ ആളായിരിക്കാം. ചിലർ കെപ്പയിലുണ്ട്, ചിലർ ക്യാമ്പ്, പല മീൻസ് ക്യാമ്പുകളിലാണ്, പോലീസ് ക്യാമ്പുകളിലാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ പോകുന്ന ഒരു കാര്യമാണ്. യു ആർ ആസ്കിങ് ദ പേഴ്സൺ ഹു ഈസ് ഇൻ ചാർജ്. നിങ്ങളുടെ ലീഡറോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സീനിയർ ഓഫീസറിനോട് ചോദിക്കുകയാണ്, സാറേ എനിക്ക് സൺഡേ വീട്ടിൽ പോകാൻ, ഞാൻ എങ്ങനെയാണ് വീട്ടിൽ പോകേണ്ടത്? അപ്പോൾ ആ ഓഫീസർ സപ്പോസ് വലിച്ചു നീട്ടി പറയുന്ന ആളാന്നിരിക്കട്ടെ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ റൂമിൽ പോയിട്ട് നിങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ബാഗിലേക്ക് ആക്കി നിങ്ങൾ സാറേ ബാഗിലാക്കി, ഞാൻ ഗേറ്റിന്റെ അവിടെ വന്നു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണ്. എന്തിനാ? പെട്ടെന്ന് ഉത്തരത്താൻ. അപ്പൊ നിങ്ങൾ അത് പറയുമ്പോൾ പുള്ളി പിന്നെയും പറയണം, അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നോക്കണം. അപ്പൊ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ് വരുന്നുണ്ടോ? സാറേ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ് വന്നു, ഞാൻ അതിൽ കയറി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ബസ് സ്റ്റാൻഡ് ഏത് ഭാഗത്തായിട്ടാണ്? മനസ്സിലായില്ലേ? അത് യു ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് എന്തിനാ? ടു ഗെറ്റ് ടു ദ പോയിന്റ് മോർ, സ്പീക്കറെ ആ പോയിന്റിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ. അപ്പൊ ഇവിടെ പറയുന്നത് ഐ ആസ് എ പേഴ്സൺ ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ഹെൽപ്പ് സ്പീക്കേഴ്സ് ഗെറ്റ് ടു ദ പോയിന്റ് മോർ ക്വിക്ലി. ഒരു സ്പീക്കറെ ആ പോയിന്റിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി ആൻസർ. ഇനി നേരത്തെ ഞാൻ 5 വരെ പറഞ്ഞു, ക്വസ്റ്റ്യൻ നമ്പർ 1 to 5 പറഞ്ഞ പോലെ 6 to 10 അതേപോലെ മാർക്ക് ചെയ്യാം. 4ഉം 5ഉം മാത്രം കൺസിഡർ ചെയ്യുക. 1, 2, 3 റൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യണ്ട. ഫോർ എക്സാമ്പിൾ,
ക്വസ്റ്റ്യൻ നമ്പർ 6, ക്വസ്റ്റ്യൻ നമ്പർ 7, ക്വസ്റ്റ്യൻ നമ്പർ 8, ക്വസ്റ്റ്യൻ നമ്പർ 9, ക്വസ്റ്റ്യൻ നമ്പർ 10. ഈ 5 ക്വസ്റ്റ്യനിൽ ഒറ്റ ചോദ്യത്തിന് പോലും 4ഉം 5ഉം നിങ്ങൾ റൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം 0 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 തൊട്ട് 10 വരെ റൗണ്ട് ചെയ്ത ഓപ്ഷനിൽ 4ഉം 5ഉം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം 0 ആണ്. 4ഉം 5ഉം എത്ര എണ്ണം ഉണ്ട് നോക്കുക. ഇനി ഒരു 5 മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ ഉത്തരം 5 ആണ്. 5 ഉണ്ടെങ്കിൽ 25 ആണ്. 3 4ഉം ഒരു 5ഉം ഉള്ളൂ എങ്കിൽ 3 4 12, ഒരു 5 17, ടോട്ടൽ 17 ആണ്. അങ്ങനെ അതിന്റെ നേരെ എഴുതുക. പീപ്പിൾ ഓറിയന്റഡ് കഴിഞ്ഞാൽ അതിന്റെ നേരെ എഴുതുക ഏതാ? ആക്ഷൻ ഓറിയന്റഡ് ഉണ്ട് ഇല്ലേ? ആക്ഷൻ ഓറിയന്റഡിന്റെ നേരെ അത് എഴുതി വെക്കുക. ഫൈൻ. നാ ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. I as a person wait until all the facts are presented before forming judgments and opinions. ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന ഫാക്ട്സും മുഴുവൻ എൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയൂന്നല്ല, എൻ്റെ മനസ്സിൽ തന്നെ ആലോചിക്കും. പറയൽ പിന്നത്തെ കാര്യമാണ്. എല്ലാ ഫാക്ട്സും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ ഞാൻ എന്തെങ്കിലും ഒപ്പീനിയൻ മനസ്സിൽ ആലോചിച്ച് വെക്കൂ. അതായത് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കില്ല. എല്ലാം കേട്ടതിന് ശേഷം മാത്രമേ എൻ്റെ അഭിപ്രായം ഞാൻ രൂപപ്പെടുത്തൂ. ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ ആ പറയാനുള്ള വ്യക്തി പറയാനുള്ളത് മുഴുവൻ പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കൂ. ഇനി ഉത്തരം എഴുതാം. Statement 12. I as a person prefer to listen to technical information. ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എന്താ ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ? ടെക്നോളജി സംബന്ധമായ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ട്. ഓരോരുത്തരും മൊബൈൽ മേടിക്കുന്നത് ഓരോ ഉദ്ദേശത്തിന് അല്ല, മീൻസ് ഫോൺ ഉപയോഗിക്കുന്ന കാര്യമല്ല, അവരവരുടെ ബഡ്ജറ്റ് മാത്രമല്ല ഒരു റീസൺ. ചില ഫോൺ അവർ ഓപ്റ്റ് ചെയ്യാൻ. ചിലവർക്ക് ക്യാമറയാണ് പ്രധാന കാര്യം, ചിലവർക്ക് അതിന്റെ മെമ്മറിയാണ് പ്രധാന കാര്യം, ആൻഡ്രോയിഡിന്റെ ഏത് വേർഷൻ എക്സെട്ര എക്സെട്ര. അവൻ ഫോൺ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവര് സാറേ ഇത് മറ്റേ ഇതാണ് ആൻഡ്രോയിഡ് ഇന്നതാന്നൊക്കെ പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടെക്നോളജി കാര്യങ്ങൾ അധികം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. കേൾക്കാൻ ഫോൺ ഉപയോഗിക്കില്ല എന്നല്ല, ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ഫോൺ വാങ്ങാൻ പോകുമ്പോൾ എൻ്റെ ഉദ്ദേശം ഞാൻ ആദ്യമേ പറയും, എൻ്റെ ചേട്ടാ നിങ്ങൾ ഈ ആൻഡ്രോയിഡും ഇതൊന്നും എൻ്റെ ലേറ്റസ്റ്റ് ഏതാണെന്നും പറയണ്ടായിരിക്കെ, എനിക്ക് മെമ്മറി നല്ലോണം വേണം, നല്ലോണം അതിൽ എന്താ പറയുക കോണ്ടാക്ട് ലിസ്റ്റ് നല്ലോണം സ്റ്റോർ ചെയ്യാൻ പറ്റണം, അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് വേണം, എനിക്ക് ഇത്രയേ വേണ്ടൂ. അല്ലാതെ അതിൻ്റെ ക്യാമറയുടെ കാര്യമോ ക്യാമറ എത്ര പിക്സൽ എന്നുള്ളതോ ഇതൊന്നും എന്നെ ബാധിക്കില്ല. കാരണം ഐ ഡോണ്ട് യൂസ് ഇറ്റ് ദാറ്റ് മച്ച്. എനിക്ക് ആവശ്യമുള്ള ഞാൻ പറയും. പക്ഷെ ചില വ്യക്തികൾ അങ്ങനെയല്ല. ഈ ഫോൺ മേടിച്ച് വന്നു കഴിഞ്ഞാൽ ചോദിക്കും അത് ഏതാ, അതിൻ്റെ ഇത് എത്രയാണ്, അതിൻ്റെ റാം എത്രയാണ്, അതിൻ്റെ ക്യാമറ. അത് ടെക്നോളജി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അത്തരം വ്യക്തികളാണെങ്കിൽ ടെക്നോളജി സംബന്ധമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർ കേൾക്കാൻ ഇഷ്ടപ്പെടും. എന്നെ പോലത്തെ വ്യക്തികളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ശ്രദ്ധിക്കില്ല, കാരണം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഇനി ഈ ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി വരാം. I as a person prefer to listen to technical information. ടെക്നോളജി സംബന്ധമായ കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എനിക്കത് കേൾക്കാൻ വളരെയധികം താല്പര്യമുണ്ട്. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് ആലോചിക്കുക, ഉത്തരം എഴുതുക. ഓവർ. കഴിഞ്ഞ ഒരു തംസപ്പ് കാണിക്കാം മുകളിലേക്ക്, ഞാൻ ഒന്ന് കാണട്ടെ. ഫൈൻ. മണിയാർ കഴിഞ്ഞില്ലേ? ഫൈൻ 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 ഫൈൻ. ഇനഫ്. Statement 13. I as a person prefer to hear facts and evidences so that I can personally evaluate them. Yes. ഒരാൾ എന്നോട് സംസാരിക്കുകയാണ്, അയാളുടെ വേർഷനാണ് എന്ന് വെച്ചാൽ വേറൊരു സംഭവം അയാൾ കണ്ടിട്ട് അയാൾ പറയാണ്, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാണ്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല. എനിക്ക് ഡയറക്ട്ലി ആ വ്യക്തിയുടെ വായിൽ നിന്ന് കേട്ടാൽ മാത്രമേ ഞാൻ അത് ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. മറ്റൊരാൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നതെങ്കിൽ ഞാൻ അതിന് പരിപൂർണമായിട്ട് വെയിറ്റേജ് കൊടുക്കില്ല. ഇവിടെ അഗെയിൻ ഞാൻ പറയാന്ന്, ചില വ്യക്തികളെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട്, ഇവനാണോ പറയണത്, ഇവൻ പറയുന്നത് പകുതി നമുക്ക് അവോയ്ഡ് ചെയ്യാം, അങ്ങനെ വിചാരിച്ചിട്ടല്ലാട്ടാ. വ്യക്തിക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കരക്ക് കൂട്ടിക്കോളൂ നിങ്ങളോട് പറയുന്നത്. എങ്കിലും നിങ്ങളുടെ ശൈലി,
നിങ്ങൾ നേരിട്ട് ഒരു കാര്യം ഡയറക്ട്ലി ഫ്രം ദാറ്റ് പേഴ്സൺ അറിയുന്നതും ഒരു തേർഡ് പാർട്ടി വന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ്. തേർഡ് പാർട്ടി പറഞ്ഞാൽ മുഴുവനായിട്ട് നിങ്ങൾ ഫേസ് വാല്യൂവിൽ എടുക്കില്ല, മുഖവിലേക്ക് എടുക്കില്ല ഒരു സംഭവം. അതാണ് ഇവിടെ പറയുന്നത്. യു ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ദ ഫേസ് വാല്യൂ ഡയറക്ട്ലി. ഉത്തരം എഴുതിക്കോ. Statement 14. I as a person like the challenge of listening to complex information. സങ്കീർണമായിട്ടുള്ള ഇൻഫർമേഷൻ അതുപോലെ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോ ചില വ്യക്തികളുണ്ട് സങ്കീർണമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർ പറയും, എടാ നീ അങ്ങനെയൊന്നും പറയല്ലോ, ഒന്ന് സിമ്പിൾ ആയിട്ട് പറ. അവർക്ക് സിമ്പിൾ ആയിട്ട് കേൾക്കാനേ താല്പര്യമുള്ളൂ ആ വ്യക്തികൾക്ക്. ചിലവർ അങ്ങനെയല്ല, കോംപ്ലക്സ് ആയിട്ട് തന്നെ കേൾക്കാൻ താല്പര്യമുണ്ട്, എന്നിട്ട് അവർ മനസ്സിലാക്കിക്കൊള്ളും അതെന്താണ്. അപ്പൊ ഇവിടെ പറയുന്നത് ആ കോംപ്ലക്സ് ആയ ഇൻഫർമേഷൻ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കോംപ്ലക്സ് ആയ ഏത് വിഷയവും അതുപോലെ തന്നെ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരണ്ട. Okay. 15th statement. I as a person ask questions to probe for additional information. Yes. ഇവിടെ ചോദ്യം ചോദിക്കുന്നത് അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടാ. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം മുഴുവൻ സംസാരിച്ചു കഴിഞ്ഞു, ഫുള്ള് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ അറിവ് നേടാൻ ചോദ്യം ചോദിക്കാറുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. കൂടുതൽ അറിവ് നേടാൻ, എന്നെ ആ പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടല്ല. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചത് അങ്ങനെയാണ്, ഇതല്ല. ഇവിടെ കൂടുതൽ അറിവ് നേടാൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പറഞ്ഞ വിഷയം മുഴുവനായിട്ട് മനസ്സിലായി, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഓവർ. 15 ചോദ്യം കഴിഞ്ഞല്ലോ. ഇനി 11 to 15 ഇതുപോലെ തന്നെ 4ഉം 5ഉം മാർക്ക് ചെയ്തത് മാത്രം ആഡ് ചെയ്യുക, ഉത്തരം എഴുതുക. 4ഉം 5ഉം ഉത്തരങ്ങൾ മാത്രം ആഡ് ചെയ്യുക, അതിന്റെ നേരെ ഉത്തരം എഴുതുക. അപ്പൊ നിങ്ങൾക്ക് കണ്ടന്റ് ഓറിയന്റഡിന്റെ കാര്യം കിട്ടും. കണ്ടന്റ് ഓറിയന്റഡ് നേരെ അത് എഴുതി വെക്കുക. കഴിഞ്ഞാൽ ഒന്ന് കൈപൊക്കി കാണിക്കാം. ഫൈൻ. ഇനി സ്റ്റേറ്റ്മെന്റ് 16ലേക്ക് കടക്കാം. സ്റ്റേറ്റ്മെന്റ് 16 ശ്രദ്ധിച്ച് കേൾക്കുക. When hurried, I as a person let others know that he or she has a limited amount of time to listen. Yes. ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പുള്ള 15 ചോദ്യങ്ങളിലും നിങ്ങൾ ലിസണർ ആയിരുന്നു. ഈ 16ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ലിസണർ അല്ല, നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണ്, ഓക്കെ, അയാൾ കേൾക്കുകയാണ്. കേൾക്കുന്ന ആള് 2 പ്രാവശ്യം വാച്ചിലേക്ക് ഇങ്ങനെ നോക്കാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ തിരുമാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് അസ്വസ്ഥത കാണിക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ്. വാച്ചിലേക്ക് 2-3 പ്രാവശ്യം നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഇത്തിരി തിരക്കുണ്ട് എന്നുള്ളത് അല്ലെ. നമ്മളൊരാളെ റോഡിൽ തടഞ്ഞു നിർത്തി സംസാരിക്കുമ്പോൾ അയാൾ 2 പ്രാവശ്യം വാച്ച് നോക്കുകയും ഇങ്ങനെ ഒരു അസ്വസ്ഥത കാണിക്കുമ്പോഴും പുള്ളിക്ക് ഇത്തിരി തിരക്കുണ്ടെന്ന് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ചുമ്മാ വാച്ച് നോക്കില്ലല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണ്, അയാള് നിങ്ങളെ തിരക്കുകയും മീൻസ് ഹറി ചെയ്യാണ്. എങ്ങനെ? ഒന്നെങ്കിൽ എടാ വേഗം പറ എന്ന് ഡയറക്ട്ലി പറയുന്നു, അല്ലെങ്കിൽ 2 പ്രാവശ്യം വാച്ച് നോക്കുന്നു. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ആവാം. നിങ്ങളോടുള്ള അടുപ്പത്തിന്റെ പുറത്തായിരിക്കും. നിങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണെങ്കിൽ മുഖത്ത് നോക്കി പറയാം, എടാ ഒന്ന് വേഗം പറ, എനിക്ക് തിരക്കുണ്ട് എന്ന് പറയും. അല്ല, അത്ര സൗഹൃദം ഇല്ല, അങ്ങനെ പറയാൻ പറ്റിയ ഒരു അവസ്ഥയല്ല എങ്കിൽ ചിലപ്പോൾ വാച്ചിലേക്കൊക്കെ നോക്കും. അതൊരു സൂചനയാണ് തിരക്കുണ്ട് പുള്ളിക്ക് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സൂചന ഐദർ വാക്കിലൂടെയോ അല്ലെങ്കിൽ പ്രവർത്തിയിലൂടെയോ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചാൽ നിങ്ങൾ പറയും എന്ത്? എടാ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈം ടു ലിസൺ. വെൻ ഹറീഡ്, ഒരാളോട് ഞാൻ സംസാരിക്കുമ്പോൾ അയാൾ എന്നെ ഹറി ചെയ്താൽ ഞാൻ അയാളോട് അപ്പം തന്നെ പറയും,
ഒരു ലിമിറ്റഡ് 5 മിനിറ്റിൽ സംസാരിക്കാം, 3 മിനിറ്റിൽ ഞാൻ തീർക്കാം, 5 മിനിറ്റിൽ ഞാൻ തീർക്കാം. എ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈം ടു ലിസൺ. ഓവർ. ഉത്തരം എഴുതിക്കോളൂ. When hurried, I as a person let others know that he or she has a limited amount of time to listen. Statement 17. Statement 17. ശ്രദ്ധിക്കുക. I as a person begin a discussion by telling others how long he or she has to meet me. ഇവിടെ ഒരു തിരക്കുകൂട്ടലോ ഒന്നുമില്ല. ഞാൻ സംസാരിക്കുകയാണ്. ഞാൻ സംസാരം തുടങ്ങുമ്പോൾ തന്നെ എപ്പോഴും എന്ന് പറയില്ല. ഐ ആസ് എ പേഴ്സൺ ബിഗിൻ മൈ എന്നാ പറയാം. അത് എപ്പോഴാണോ വല്ലപ്പോഴാണോ നിങ്ങൾ ഉത്തരം എഴുതണം. ഐ ആസ് എ പേഴ്സൺ ബിഗിൻ എ ഡിസ്കഷൻ ബൈ ടെല്ലിങ് അതേഴ്സ്. ഞാൻ ഡിസ്കഷൻ എപ്പോഴും തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയാ, എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. ഹൗ ലോങ് ഹി ഓർ ഷീ ഹാസ് ടു മീറ്റ് മീ. ഒരു ഉദാഹരണത്തിന് ഫോൺ വിളിക്കാണ്. എടാ ഇന്ന് ഉച്ചയ്ക്ക് എന്താ പരിപാടി, എനിക്ക് നിന്നെ ഒന്ന് കാണണം. അല്ല, ഫ്രീ ആവണം, ഒരു 1/4 മണിക്കൂർ സംസാരിക്കാണ്ട്. അതായത് എന്റെ കോൺവെർസേഷൻ തുടങ്ങുന്നത് തന്നെ എത്ര നേരം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഇതല്ലെങ്കിൽ തിരിച്ചു ആവാം. എടാ നീ ഫ്രീ ആണോ, ഒരു 2 മിനിറ്റ് സംസാരിക്കാണ്ട്. കോൺവെർസേഷൻ തുടങ്ങുന്ന സമയം പറഞ്ഞിട്ടാണ്. ക്ലിയർ? അപ്പൊ തിരക്ക് കൂട്ടണ്ട. തിരക്ക് കൂട്ടിയാലും ഇല്ലെങ്കിലും ഐ ആസ് എ പേഴ്സൺ ബിഗിൻ എ ഡിസ്കഷൻ ഞാൻ എപ്പോഴും തുടങ്ങുന്നത് സമയം പറഞ്ഞുകൊണ്ടാണ്. കേൾവിക്കാരനോട് സമയം പറഞ്ഞുകൊണ്ടാണ്. അത് ഹൗ ഓഫൻ എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങളുടെ ഓരോരുത്തരെയും. അത് ഓൾവേസ് ആണോ, ഫ്രീക്വന്റ്ലി ആണോ, സംടൈംസ് ആണോ, റെയർലി ആണോ, നെവർ ആണോ എന്നൊന്നും അതനുസരിച്ച് റൗണ്ട് ചെയ്യാം. നിങ്ങളുടെ ഉത്തരക്കടലാസിൽ റൗണ്ട് ചെയ്യാം. ഓവർ. കഴിഞ്ഞോ? ഷോ തംസ് അപ്പ്. കഴിഞ്ഞോ? Fine. Enough. Statement 18. I as a person interrupt others when I feel the time pressure. Yes. ഇവിടെ again നിങ്ങൾ പഴയ പോലെ ലിസണർ ആണ്. നിങ്ങൾ സംസാരിക്കുകയല്ല, നിങ്ങളോട് ഒരാൾ സംസാരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് തിരക്കുണ്ട് വീട്ടിൽ പോകാൻ. ആ സമയത്താണ് ഒരാൾ നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നത് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് തിരക്കുണ്ട് വീട്ടിൽ പോകുവാൻ. അപ്പൊ നിങ്ങളുടെ സുഹൃത്ത് വന്ന് കുറെ സുഹൃത്തിനെ എടുത്താൽ മതി. കാരണം നിങ്ങളുടെ സീനിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സുഹൃത്താണെന്ന് കൂട്ടുക. നിങ്ങൾക്ക് തിരക്കുണ്ട് വീട്ടിൽ പോകുവാൻ. ആ സമയത്താണ് പുള്ളി പിടിച്ചിരുത്തി സംസാരിക്കണേ. ആ സമയം കേൾവിക്കാരനായ നിങ്ങൾ ഇന്ററപ്റ്റ് അതേഴ്സ്. ഇന്ററപ്റ്റ് ചെയ്യും. എടാ ഒന്ന് വേഗം പറ, എനിക്ക് തിരക്കുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ പറയാം എന്ന് വെച്ചാൽ പുള്ളി സംസാരിക്കുമ്പോൾ പുള്ളിയെ തടസ്സപ്പെടുത്തും. എന്തുകൊണ്ട്? നിങ്ങൾക്ക് തിരക്കുള്ളത് കൊണ്ട്. ക്ലിയർ? Again, ആ സെന്റൻസ് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. I as a person interrupt others when I feel the time pressure. എനിക്ക് ടൈം പ്രഷർ ഉള്ളപ്പോൾ, എനിക്ക് തിരക്കുള്ളപ്പോൾ, എന്നോട് ഒരാൾ സംസാരിക്കുമ്പോൾ ഞാൻ അയാളെ ഇന്ററപ്റ്റ് ചെയ്യും സംസാരം. എടാ നമുക്ക് നാളെ കാണാം, നമുക്ക് വൈകുന്നേരം കാണാം, നീ എന്നെ പിന്നെ വിളിച്ചാൽ മതി, എനിക്ക് തിരക്കുണ്ട്. അയാളുടെ സംഭാഷണം ഇന്ററപ്റ്റ് ചെയ്യും. ഓവർ. Statement 19. I as a person look at my watch or clock in the room when I have limited time to listen to others. Yes. ഒരാള് നമ്മളോട് സംസാരിക്കുകയാണ്, നമുക്ക് തിരക്കുണ്ട്. അപ്പോ സുഹൃത്താണെങ്കിൽ നിങ്ങൾ മുഖത്ത് നോക്കി പറയും, എടാ ഒന്ന് വേഗം ആവുക എന്ന് പറയും. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ സുഹൃത്താവില്ല, കുറച്ച് സീനിയർ ആയിട്ടുള്ള വ്യക്തിയാവാം. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത, നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം. നിങ്ങൾക്ക് മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ പറ്റത്. അങ്ങനെ ആവുമ്പോൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. അങ്ങനത്തെ ഒരു അവസ്ഥ കണക്കാക്കുക. ഇനി ഇത് ശ്രദ്ധിക്കുക. ഐ ആസ് എ പേഴ്സൺ ലുക്ക് അറ്റ് മൈ വാച്ച് ഓർ ക്ലോക്ക് ഇൻ ദ റൂം വെൻ ഐ ഹാവ് ലിമിറ്റഡ് ടൈം ടു ലിസൺ ടു അതേഴ്സ്. അത്തരം സന്ദർഭങ്ങളിൽ അയാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തിരക്കുണ്ട്. ആ സമയങ്ങളിൽ നിങ്ങൾ ഇടവിട്ട് വാച്ചോ റൂമിലെ ക്ലോക്കോ നോക്കാറുണ്ട്. നിങ്ങൾക്ക് തിരക്കുണ്ട്, അത്യാവശ്യമായിട്ട് പോയിട്ട് വീട്ടിൽ കുറച്ച് പണിയുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുറച്ച് പണിയുണ്ട്. ആ സമയം ഒരാൾ നിങ്ങളെ പിടിച്ച് ഒരുപാട് നേരം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടവിട്ട് വാച്ച് നോക്കുകയോ ക്ലോക്ക് നോക്കുകയോ ചെയ്യാറുണ്ട്. ഇനി ഉത്തരം എഴുതാം. Statement 20. Statement 20. When I feel the time pressure, my ability to concentrate on what others are saying suffers.
when I feel the time pressure, my ability to concentrate on what others are saying suffers. Okay. ഇവിടെ again നിങ്ങൾക്ക് ടൈം പ്രഷറാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരക്കുണ്ട് വീട്ടിൽ പോകാൻ. ആ സമയത്താണ് ഒരാൾ നിങ്ങളോട് വലിയൊരു കഥ പറയണേ. ഇതാലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ തിരക്കുണ്ട്. ആ സമയത്ത് ഒരാൾ നിങ്ങളോടൊരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരിക്കുന്ന വ്യക്തി പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റാറില്ല. My ability to concentrate on what others are saying suffers. സംസാരിക്കുന്ന വ്യക്തി സംസാരിക്കുന്നത് മുഴുവൻ അതുപോലെ മനസ്സിലാക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. എനിക്ക് തിരക്ക് ഉള്ളപ്പോൾ, വീട്ടിൽ പോകാൻ തിരക്കുള്ളപ്പോൾ ഒരു വ്യക്തി എന്നെ തടഞ്ഞു നിർത്തി സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തി പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റാറില്ല. ഉത്തരം എഴുതാം. കഴിഞ്ഞാൽ ഇതും നേരത്തെ ചെയ്ത പോലെ 16 to 20 ക്വസ്റ്റ്യൻസ്, 16 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 4ഉം 5ഉം ഏതാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിന്റെ ടോട്ടൽ എഴുതുക. എന്ന് വെച്ചാൽ 2 4ഉം 1 5ഉം ആണെങ്കിൽ 4 + 4 8, 8 + 5 13. 4ഉം 5ഉം ഇല്ല, എല്ലാം 1 2 3യിലാണ് ഉള്ളതെങ്കിൽ 0 എന്ന് എഴുതുക. എല്ലാവരും കഴിഞ്ഞാൽ ഒന്ന് അറിയിക്കുക, കൈപൊക്കിയിട്ട് നോക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ മുമ്പിൽ 4 തരം ലിസണിങ് സ്റ്റൈൽസിന്റെ നേരെ നിങ്ങൾ മാർക്ക് എഴുതിയിട്ടുണ്ട്. പീപ്പിൾ ഓറിയന്റഡിന്റെ നേരെയുണ്ട്, ആക്ഷന്റെ നേരെയുണ്ട്, കണ്ടന്റിന്റെ നേരെയുണ്ട്, ടൈമിന്റെ നേരെയുണ്ട്. ഇതില് മാക്സിമം മാർക്സ് ഒരെണ്ണത്തിലേ പാടുള്ളൂ. മാക്സിമം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരെണ്ണത്തിന് 19 വേണ്ട, ഒരെണ്ണത്തിൽ 10, ഒരെണ്ണത്തിൽ 10, ഒരെണ്ണം 0, 2 എണ്ണം 9 ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, നിങ്ങളുടെ പേപ്പർ നോക്കണ്ട, ഞാൻ പറയാൻ ശ്രദ്ധിക്കുക. ഒരെണ്ണം 10 ഉണ്ട്, ഒരെണ്ണം 0 ഉണ്ട്, 2 എണ്ണം 9 ഉണ്ട്. അപ്പൊ ഈ മാക്സിമം മാർക്ക് ഏതാ? 10. ആ 10 ഏതാണോ അതാണ് നിങ്ങളുടെ ലിസണിങ് സ്റ്റൈൽ. നിങ്ങൾക്ക് മാക്സിമം മാർക്സ് ഏതിലാ വന്നിട്ടുള്ളത് അതാണ് നിങ്ങളുടെ ലിസണിങ് സ്റ്റൈൽ. മാക്സിമം മാർക്സ് 2 എണ്ണത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ അസസ്മെന്റ് എവിടെയോ തെറ്റിയിട്ടുണ്ട്. 2 എണ്ണത്തിൽ ഒരേ മാർക്ക് ഉണ്ടെങ്കിൽ തെറ്റിയിട്ടുണ്ടെന്ന് അല്ലാട്ടാ ഞാൻ പറഞ്ഞേ. 2 എണ്ണം 9 മാർക്ക് ഉണ്ട്, ഒരെണ്ണം 10 ഉണ്ട്, അപ്പൊ നിങ്ങളുടെ തെറ്റിയിട്ടില്ല. കാരണം മാക്സിമം മാർക്ക് ഒരെണ്ണത്തിലേ ഉള്ളൂ, 10. മനസ്സിലായില്ലേ? പക്ഷേ 2 10 ഉണ്ട്, 2 9 ഉണ്ടെങ്കിൽ തെറ്റിയിട്ടുണ്ട്. മാക്സിമം മാർക്സ് 2 എണ്ണത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കെ ഒന്ന് അറിയാനാ ആരുടെയൊക്കെ അസസ്മെന്റ് തെറ്റിയോ എന്നുള്ളത്. 2 എണ്ണത്തിൽ മാക്സിമം മാർക്സ് ഉള്ളത് ആരൊക്കെയാ? മണിയാറിൽ 2-3 പേരുണ്ട്. തെറ്റിയിട്ടുണ്ട് എവിടെയോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി, ആ തെറ്റിയവർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി എല്ലാ സെന്റൻസും ഒരിക്കൽ കൂടി ഓടിച്ചു വായിക്കാം. നമുക്ക് ടൈം കുറച്ച് ഷോർട്ടാണ്, പക്ഷെ ഇനിയിപ്പോ ഇത്രയും ചെയ്തിട്ട് നിങ്ങളെ ഇടയിൽ വിട്ടിട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. നിങ്ങൾ ആ സെന്റൻസുകൾ ഒരിക്കൽ കൂടി കേട്ടിട്ട് നിങ്ങൾ ഒന്നുകൂടി ആൻസർ ഒന്ന് റീചെക്ക് ചെയ്യാം. ഓടിച്ചു വായിക്കുകയുള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കുക. സ്റ്റേറ്റ്മെന്റ് 1. I as a person focus attention on the other person's feelings when listening to him or her. ഒരാളെന്നോട് സംസാരിക്കുമ്പോൾ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാളുടെ ഫീലിംഗ്സിലേക്ക് എന്റെ ശ്രദ്ധ പോകും. സ്റ്റേറ്റ്മെന്റ് 2. When listening to others, I as a person quickly notice if they are pleased or disappointed. ഒരാളെന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കും, ക്വിക്ലി നോട്ടീസ്, അയാൾ പ്ലീസ്ഡ് ആണോ ഡിസപ്പോയിന്റഡ് ആണോ എന്നുള്ളത്. സ്റ്റേറ്റ്മെന്റ് 3. I as a person become involved when listening to the problem of others. ഒരാളെന്നോട് അയാളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഞാൻ അപ്പ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആലോചിക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് 4. I as a person try to find common areas of interest when listening to new acquaintances. പുതിയ ഒരാളെ പരിചയപ്പെടുമ്പോൾ, അയാൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ അയാൾ പറയുന്നുണ്ടോ, കോമൺ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. Statement 5. I as a person nod my head and or use eye contact to show interest in what others are saying. ഒരാളെന്നോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് എനിക്ക് ശ്രദ്ധയുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ ഞാൻ ഒന്നെങ്കിൽ തലയാട്ടുകയോ അല്ലെങ്കിൽ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് 6.
I as a person become frustrated when others do not present their ideas in an orderly, efficient way. ഒരാൾ പറയുന്ന കാര്യങ്ങൾ ഒരു ഓർഡറിൽ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആകാറുണ്ട്. Statement 7. When listening to others, I as a person tend to focus on any inconsistencies or errors in what is being said. ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നതിലെ എറേഴ്സ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസീസിലേക്ക് എൻ്റെ ശ്രദ്ധ പോകാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് 8. ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ അയാൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അയാൾ ഇന്നതാണ് പറയാൻ പോകുന്നത് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് 9. പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് അത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ഇംപേഷ്യന്റ്, അക്ഷമനാകാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് 10. ഒരാള് വലിച്ചു നീട്ടി സംസാരിക്കുകയാണെങ്കിൽ അയാളെ ആ പോയിന്റിലേക്ക് പെട്ടെന്ന് എത്തിക്കുവാൻ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് 11. ഏതൊരു വ്യക്തിയും അയാൾ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞതിന് ശേഷം മാത്രമേ, മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങാറുള്ളൂ. സ്റ്റേറ്റ്മെന്റ് 12. ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ടെക്നോളജി സംബന്ധമായ ഇൻഫർമേഷൻ കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. സ്റ്റേറ്റ്മെന്റ് 13. ഡയറക്റ്റ് ആയിട്ട് ഒരാൾ പറയുന്നതാണ് എനിക്ക് ആ പറഞ്ഞത് കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ അതിനെ ഇവാലുവേറ്റ് ചെയ്യാറുള്ളൂ. മൂന്നാമതൊരാൾ പറയുകയാണെങ്കിൽ ഞാൻ അത് മുഴുവനായിട്ട് ഫേസ് വാല്യൂവിൽ എടുക്കാറില്ല. സ്റ്റേറ്റ്മെന്റ് 14. സങ്കീർണമായ വിഷയങ്ങൾ അതുപോലെ തന്നെ കേൾക്കാനാണ് എനിക്കിഷ്ടം. സ്റ്റേറ്റ്മെന്റ് 15. ഒരാൾ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞതിന് ശേഷം കൂടുതൽ വിവരം ലഭിക്കുവാൻ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് 16. ഞാൻ സംസാരിക്കുകയാണ്, ഒരാൾ കേൾക്കുകയാണ്, അയാൾ തിരക്ക് പിടിക്കുകയാണെങ്കിൽ, അയാൾ വാച്ച് നോക്കുകയോ അല്ലെങ്കിൽ മുഖത്ത് നോക്കി എന്നോട് തിരക്കുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ പറയും, ഇത്ര സമയത്തിനുള്ളിൽ, ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർക്കാം. സ്റ്റേറ്റ്മെന്റ് 17. ഞാൻ സംഭാഷണം തുടങ്ങുന്നത് തന്നെ എത്ര നേരം എടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്റ്റേറ്റ്മെന്റ് 18. എനിക്ക് തിരക്കുള്ളപ്പോൾ ഒരാൾ എന്നോട് സംസാരിക്കാൻ വന്നാൽ ഞാൻ അയാളെ ഇന്ററപ്റ്റ് ചെയ്യും. പിന്നെ സംസാരിക്കാം, നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇന്ററപ്റ്റ് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് 19. എനിക്ക് തിരക്കുള്ളപ്പോൾ ഒരാൾ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിലേക്കോ റൂമിലുള്ള ക്ലോക്കിലേക്കോ നോക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് 20. എനിക്ക് തിരക്കുള്ളപ്പോൾ ഒരാൾ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ അയാൾ സംസാരിക്കുന്നത് മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റാറില്ല. ഓവർ. ആ തെറ്റ് പറ്റിയവർ അതൊന്ന് തിരുത്തിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പീപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള, ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള, കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടൊക്കെ ചില ആൾക്കാർ ഇപ്പോൾ അവിടെയുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാവരുടെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ എഴുതി വെക്കണമെന്നില്ല, നമ്മൾ നമ്മുടെ മാത്രം എഴുതിയാൽ മതി. അതിലും പോസിറ്റീവ് എഴുതണമെങ്കിൽ എഴുതാട്ടെ, എനിക്കിപ്പോൾ നിങ്ങൾ എഴുതുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. നിങ്ങളുടെ നെഗറ്റീവാണ് എഴുതി വെക്കേണ്ടത്, കാരണം അതാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. ഓക്കെ, അവരവരുടെ നെഗറ്റീവ് മാത്രം എഴുതിയാൽ നല്ലതായിരിക്കും. കാരണം ആ പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എഴുതി വെച്ചാൽ ആ പേപ്പർ നിങ്ങൾക്ക് നോക്കാൻ തോന്നില്ല. ആ പേപ്പർ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ആ പേപ്പർ ഞാൻ വാങ്ങില്ല, നിങ്ങൾക്കുള്ളതാണ്. ലൈഫ് ലോങ് കയ്യിൽ വെച്ചോ, മാറ്റം വരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പൊ ആ പേപ്പറിന്റെ പുറകില് നിങ്ങളുടെ മാത്രട്ട, എല്ലാവരുടെയും വേണമെന്നില്ല, നിങ്ങളുടെ മാത്രം നെഗറ്റീവ്സ് എഴുതുക. ഞാൻ പോസിറ്റീവും പറഞ്ഞു തരാം. ഞാൻ നിങ്ങളുടെ സ്വഭാവമല്ല പറയാൻ പോകുന്നത് കേട്ടോ, ആദ്യമേ അത് പറയാം. ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ല. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളൊരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് ബിഹേവിയർ നെഗറ്റീവ് ബിഹേവിയർ ആണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊരു കാര്യം കേൾക്കുമ്പോഴുള്ള ബിഹേവിയർ, അതല്ലാതെ നിങ്ങളുടെ സ്വഭാവമല്ല. ഓക്കെ, പീപ്പിൾ ഓറിയന്റഡ് ലിസണേഴ്സ് ആരൊക്കെയാ? ഒന്ന് കൈപൊക്കാൻ, എല്ലാ ക്ലാസ്സിലും ഒന്ന് കാണട്ടെ. പീപ്പിൾ ഓറിയന്റഡ് ആരൊക്കെയല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്, കൈ താഴ്ത്തല്ലേ, ഞാൻ ഒന്ന് നോക്കട്ടെ. ശരിക്കും കൈപൊക്കെ, എനിക്ക് ലോങ് ഷോർട്ടാണ് കാണുന്നത്. പീപ്പിൾ ഓറിയന്റഡ് ലിസണേഴ്സ് ആരൊക്കെയാ? കൈ പൊക്കുക. പീപ്പിൾ ഓറിയന്റഡ്. ഓക്കെ, ഇനഫ്, കൈ താഴ്ത്താം. പീപ്പിൾ ഓറിയന്റഡ് ലിസണേഴ്സ് കേട്ടോളൂ. നിങ്ങളുടെ പോസിറ്റീവ്സ് പറയാം.
പോസിറ്റീവ് ഇൻ ദ സെൻസ് നിങ്ങളൊരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണേന്ന് ഞാൻ പറയാൻ പോണേ. കെയറിങ് ആൻഡ് കൺസേൺഡ് ഓഫ് അതേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഒരാൾ സിമ്പതി ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വിഷമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവരോടൊരു കെയറും സിമ്പതിയൊക്കെ തോന്നും കേൾക്കുമ്പോൾ തന്നെ. യു പ്രൊവൈഡ് ക്ലിയർ ഫീഡ്ബാക്സ്. ക്ലിയർ ഫീഡ്ബാക്സ് നൽകും. ഒരാൾ ഒരു പ്രശ്നം പറഞ്ഞാൽ, പ്രശ്നം എന്ത് പറഞ്ഞാലും അതിനൊരു ഫീഡ്ബാക്ക് വെർബൽ ആവാം, നോൺ വെർബൽ ആവാം. ഇപ്പൊ വിഷമിച്ച ഒരാൾ പറയുകയാണെങ്കിൽ നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ ഒന്നൊരു തട്ടോ അല്ലെങ്കിൽ ഒരു സിമ്പതിയോടുകൂടി ലുക്കോ, ഇതൊക്കെ ഫീഡ്ബാക്ക് ആണ്. യു പ്രൊവൈഡ് ക്ലിയർ ഫീഡ്ബാക്സ്. മൂന്നാമത്തെ, ഇതാണ് ഇവരുടെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ്, വളരെ അഡ്വാൻറ്റേജ് ഉള്ള കാര്യം. ദേ ഐഡന്റിഫൈ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് അതേഴ്സ്. ഒരാളുടെ സംഭാഷണത്തിൽ നിന്ന്, സൗണ്ടല്ല വോയിസ് കേൾക്കണ്ട, അയാളുടെ വേർഡ്സിൽ നിന്ന് പോലും അയാളുടെ ഇമോഷണൽ അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഒരു കാര്യം കൂടി പറയാം, ഇവിടെ പറയുന്ന പോസിറ്റീവ്സ് ഒക്കെ ബാക്കിയുള്ളവർക്ക് ഇല്ല എന്നല്ലാട്ടാ. പീപ്പിൾ ഓറിയന്റഡ് പറഞ്ഞ ഈ പോസിറ്റീവ്സ് വേറെ ചിലർക്കും ഉണ്ടാവും, പക്ഷെ ഇവർക്ക് ഈ കഴിവ് കൂടും. ഇവിടെ ഓരോ കാര്യം മനസ്സിലാക്കേണ്ട. അങ്ങനെ ഇനി ആക്ഷൻ ഓറിയന്റഡ് പോസിറ്റീവ്സ് പറയുമ്പോൾ അത് അവരുടെ മാത്രം പോസിറ്റീവ്സ് അല്ല, വേറെ ചിലർക്കും അത് ഉണ്ടാവും. പക്ഷെ ആ പർട്ടിക്കുലർ ആൾക്കാർക്ക് ആ പോസിറ്റീവ്സ് കൂടുതലാണ് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്നുകൂടി പോസിറ്റീവ് പറയാം. കെയർ ആൻഡ് കൺസേൺഡ് ഓഫ് അതേഴ്സ്, പ്രൊവൈഡ് ക്ലിയർ ഫീഡ്ബാക്സ്, ഐഡന്റിഫൈ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് അതേഴ്സ്. ഇത് മൂന്ന് ഞാൻ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം പോസിറ്റീവ്സ് ആണ്. നെഗറ്റീവ്സ് പറയാം, മാർക്ക് ചെയ്ത് വെച്ചോ. ഓവർ ഇൻവോൾവ് വിത്ത് ഫീലിംഗ് ഓഫ് അതേഴ്സ് എഴുതി വെച്ചോ. ഇതിന്റെ പീപ്പിൾ ഓറിയന്റഡ് ആൾക്കാർ എഴുതി വെച്ചോ. ഓവർ ഇൻവോൾവ് വിത്ത് ഫീലിംഗ് ഓഫ് അതേഴ്സ് പ്രോബ്ലം ആണ് നിങ്ങൾക്ക്. ഒരാൾ പറയുമ്പോൾ അയാളുടെ ഫീലിംഗ്സിൽ അധികം ഇൻവോൾവ് ആയാൽ നിങ്ങൾ ഇമോഷണൽ സ്റ്റേറ്റിലാവും. ആദ്യമേ ഞാൻ പറഞ്ഞു, ബാരിയർ ഓഫ് ലിസണിങ് ഇമോഷൻ. അപ്പൊ ഒരാൾ വിഷമിച്ച് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇമോഷണൽ ആയാൽ നിങ്ങളുടെ ലിസണിങ് അഫക്റ്റ് ആവും. കാരണം അതിനുശേഷം അയാൾ പറയുന്നത് നുണകളാണെങ്കിൽ നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. യു ആർ ഓവർ ഇൻവോൾവ് വിത്ത് ഫീലിംഗ് ഓഫ് അതേഴ്സ്. 2, ഓവർലി എക്സ്പ്രസീവ് വൈൽ ഗിവിംഗ് ഫീഡ്ബാക്സ്. ഫീഡ്ബാക്സ് നൽകുമ്പോൾ ഓവർലി എക്സ്പ്രസീവ് ആണ്. ആസ് എ പോലീസ്മാൻ വലിയ ഡ്രോബാക്ക് ആണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ഓവർലി എക്സ്പ്രസീവ് ആണ് ഫീഡ്ബാക്ക് നൽകുമ്പോൾ. നിങ്ങൾ ആവശ്യമുള്ള ഫീഡ്ബാക്കേ നൽകാവൂ. ദേ ആർ നോൺ ഡിസ്ക്രിമിനേറ്റിംഗ് ഇൻ ബിൽഡിംഗ് റിലേഷൻഷിപ്സ്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ, ഓവർ ഇൻവോൾവ് വിത്ത് ഫീലിംഗ് ഓഫ് അതേഴ്സ്. രണ്ടാമത്തെ, ഓവർലി എക്സ്പ്രസീവ് വൈൽ ഗിവിംഗ് ഫീഡ്ബാക്സ്. മൂന്നാമത്തെ, നോൺ ഡിസ്ക്രിമിനേറ്റിംഗ് ഇൻ ബിൽഡിംഗ് റിലേഷൻഷിപ്സ്. ഇനി ഇത് എന്താന്ന് പറഞ്ഞുതരാം. ഇങ്ങനത്തെ ആൾക്കാര് സംസാരിച്ചുകൊണ്ട് 2 ദിവസം സംസാരിക്കുമ്പോഴേക്കും ഒന്നെങ്കിൽ സൗഹൃദം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. മിക്കവാറും സൗഹൃദം ഉണ്ടാവും. 10 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും എനിക്ക് പറ്റിയ കമ്പനി അല്ല ഇതെന്നുള്ളത്. അപ്പൊ പിരിയും. നോൺ ഡിസ്ക്രിമിനേറ്റിംഗ് ആണ്. സംഭാഷണത്തിലൂടെ ഇവർ ലിസണിങ്ങിന്റെ പുറത്ത് തന്നെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും. അത് ദോഷമാണ് നിങ്ങൾക്ക് കേട്ടാ. അപ്പോ ഓപ്പോസിറ്റ് സെക്സിനോടൊക്കെ വല്ല ചാറ്റിംഗ് ഒക്കെ സ്വഭാവം ഉണ്ടെങ്കിൽ നിർത്തിക്കോ. ആവശ്യമില്ലാത്ത പുലിവാളിൽ നിങ്ങൾ പെടും. ഈ വിഭാഗംകാർ പ്രത്യേകിച്ച് നോൺ ഡിസ്ക്രിമിനേറ്റിംഗ് ആണ് ഇൻ ബിൽഡിംഗ് റിലേഷൻഷിപ്സ്. ഓവർ ആക്ഷൻ ഓറിയന്റഡ് ആരൊക്കെയാ? ഒന്ന് കൈവയ്ക്കേ, ഒന്ന് കാണട്ടെ. ആക്ഷൻ ഓറിയന്റഡ്, ആക്ഷൻ. ആരുമില്ലേ? ആക്ഷൻ. ഓക്കെ, ഇനഫ്. നിങ്ങളുടെ പോസിറ്റീവ്സ് പറയാം. പോസിറ്റീവ്സ് ഇൻ ബിഹേവിയർ വൈൽ ലിസണിങ്. ദേ ഗെറ്റ് ടു ദ പോയിന്റ് വെരി ക്വിക്ലി. ഇവർ പെട്ടെന്ന് കാര്യം പറയും, അങ്ങനെ വലിച്ചു നീട്ടി പറയലൊന്നുമില്ല. ദേ ഗെറ്റ് ടു ദ പോയിന്റ് വെരി ക്വിക്ലി. നല്ല സ്വഭാവമാണ്, പെർട്ടിക്കുലർലി സോ ഫോർ എ പോലീസ്മാൻ. ചില കാര്യങ്ങളൊക്കെ ആ പോയിന്റ് മാത്രം പെട്ടെന്ന് പറഞ്ഞു തീർക്കും. ദേ ഗീവ് ക്ലിയർ ഫീഡ്ബാക്സ് കൺസേണിംഗ് എക്സ്പെക്ടേഷൻസ്. ഇവരും ക്ലിയർ ഫീഡ്ബാക്സ് കൊടുക്കും. പക്ഷെ ഇവരും പീപ്പിൾ ഓറിയന്റഡ് തമ്മിൽ വ്യത്യാസം. ഇവര് ആക്ഷൻ ഓറിയന്റഡ് ആൾക്കാര് പറയുന്ന ആള് ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഫീഡ്ബാക്ക് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കില്ല. അപ്പൊ ഇവർക്ക് അത് മനസ്സിലാവും അയാൾ ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അയാൾ ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഫീഡ്ബാക്ക് കൊടുക്കും. ദേ ഗീവ് ക്ലിയർ ഫീഡ്ബാക്സ് കൺസേണിംഗ് എക്സ്പെക്ടേഷൻസ്. മൂന്നാമത്തെ പോയിന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഫോർ എ പോലീസ്മാൻ. നിങ്ങൾക്ക് വളരെ നല്ലൊരു കഴിവുണ്ട് ആക്ഷൻ ഓറിയന്റഡ് ലിസണറിന്. ദേ ഐഡന്റിഫൈ ഇൻകൺസിസ്റ്റൻസീസ് ഇൻ മെസ്സേജസ്. ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിലെ എറേഴ്സ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസീസ് അല്ലെങ്കിൽ മാറ്റി പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് പിടിക്കും. ഇവർക്ക് അത് കഴിവുണ്ട്. ഇയാൾ സംഭാഷണം തുടങ്ങുമ്പോൾ ഇടത്തോട്ട് പോയി എന്നാണല്ലോ പറയണേ, ഇപ്പൊ പറയുന്നത് വലത്തോട്ട് പോയി എന്നാണല്ലോ.
ആ ഇൻകൺസിസ്റ്റൻസി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ് ആക്ഷൻ ഓറിയന്റഡ് ആൾക്കാർ. ലിസണേഴ്സ്, നിങ്ങൾക്ക് അത് പോലീസ്മാൻ എന്ന നിലയ്ക്ക് ഈ കഴിവ് വളരെ ഗുണം ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ്സ് പറയാം. ദ ജംപ് അഹെഡ് ആൻഡ് റീച്ച് കൺക്ലൂഷൻസ് ക്വിക്ലി. ഇത് വളരെ ദോഷം. ജംപ് അഹെഡ് ആൻഡ് റീച്ച് കൺക്ലൂഷൻ ക്വിക്ലി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തി ഒരു സാക്ഷിയാണെന്നിരിക്കട്ടെ, അവനൊരു കാര്യം വലിച്ചു നീട്ടി പറയുന്ന സ്വഭാവക്കാരനായിരിക്കാം, ഇല്ലെങ്കിൽ അവൻ പേടിച്ചിട്ടായിരിക്കാം വല്ലതും കണ്ടത്. അവനത് പറയുമ്പോൾ ഇങ്ങനെ വലിച്ചു നീട്ടി പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളുടെ സ്വഭാവത്തിന് നിങ്ങൾ അയാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഉറപ്പിക്കും, ഇയാൾ ഇതാ പറയാൻ പോകണമെന്നുള്ളത്. പിന്നെ നിങ്ങൾ ആ ധാരണയോട് കൂടിയേ കേൾക്കുകയുള്ളൂ. ആ ധാരണയോട് കൂടി കേട്ടാൽ ഇംപ്രോപ്പർ ലിസണിങ് ഔട്ടാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ നെഗറ്റീവ്. ഈ നെഗറ്റീവ് ഒക്കെ എങ്ങനെയാ മാറ്റേണ്ടതെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഒരുമിച്ച് എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ ദ ജംപ് അഹെഡ് ആൻഡ് റീച്ച് കൺക്ലൂഷൻ ക്വിക്ലി. രണ്ടാമത് ഇതിനോട് റിലേറ്റഡ് തന്നെയാണ്. ദ ജംപ് അഹെഡ് ആൻഡ് ഫിനിഷ് സ്പീക്കേഴ്സ് തോട്ട്. സ്പീക്കർ ഇതാ പറയാൻ പോണെന്ന് ഉറപ്പിക്കും. സ്പീക്കർ ഇതാ പറയാൻ പോണേ, ഇയാൾ പറയാൻ പോകുന്നത് ഇതാന്ന് ഉറപ്പിക്കും മനസ്സിൽ. മൂന്നാമത്തെ നെഗറ്റീവ്, ദ ടെൻഡ് ടു ബി ഇംപേഷ്യന്റ് വിത്ത് റാംബ്ലിംഗ് സ്പീക്കേഴ്സ്. പറഞ്ഞ തന്നെ ഒരാൾ പറഞ്ഞാൽ ഇവർ ഇംപേഷ്യന്റ് ആവും. അത് വളരെ ദോഷമാണ്. ഒരു ക്രൈം സീൻ വിറ്റ്നസ് ചെയ്ത ഒരു വ്യക്തിയെ ആലോചിച്ച് നോക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്രൈം സീൻ കാണുന്നത്, അങ്ങനത്തെ ഒരു ക്രൈം കാണുന്നത്. അയാളാണ് ആകെയുള്ള ദൃക്സാക്ഷി. അയാൾ ചിലപ്പോൾ ആ ഷോക്കിൽ പറഞ്ഞ തന്നെ പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളുടെ സ്വഭാവത്തിന് നിങ്ങൾ ഇംപേഷ്യന്റ് ആവും. നിങ്ങൾ ഇംപേഷ്യന്റ് ആണെന്ന് പുള്ളിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? നിങ്ങളിങ്ങനെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആവാം, നിങ്ങളുടെ വാച്ച് നോക്കലാവാം, ഇറിറ്റേഷൻ ആയിട്ട് ഇങ്ങനെയാണ് കാണിക്കലാവാം. അത്രയും ചെയ്താൽ പുള്ളി ചിലപ്പോൾ പറയും, സാറേ ഞാൻ ഇത്രയേ കണ്ടുള്ളൂ എന്ന് പറയും. പുള്ളിക്ക് നഷ്ടമൊന്നുമില്ല, നഷ്ടം നിങ്ങൾക്കാ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇംപേഷ്യന്റ് ആവും റാംബ്ലിംഗ് സ്പീക്കേഴ്സിന്റെ അടുത്ത്. അതൊരു ദോഷമാണ് നിങ്ങളുടെ. ഫോർ എ പോലീസ്മാൻ അത് വലിയ ദോഷമാണ്. ഓക്കെ, എങ്ങനെ മാറ്റാന്നല്ല ഞാൻ പറഞ്ഞുതരാം. അത് മാറ്റാനല്ല, അത് കുറയ്ക്കാൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. ആരൊക്കെ കണ്ടന്റ് ഓറിയന്റഡ് ലിസണേഴ്സ്? ഒന്ന് കൈവയ്ക്ക്. കണ്ടന്റ്, നിങ്ങളുടെ പോസിറ്റീവ്സ് പറഞ്ഞുതരാം. ദേ ലുക്ക് അറ്റ് ഓൾ സൈഡ്സ് ഓഫ് എൻ ഇഷ്യൂ. ഇവരോട് എന്ത് കാര്യം പറഞ്ഞാലും ഇവർക്ക് എല്ലാ സൈഡും, എന്ന് വെച്ചാൽ പറയുന്നവർ ഒരു ദിശയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പറഞ്ഞാലും ഇവർക്ക് അതല്ല, അതിന്റെ എല്ലാ വശവും കാണാൻ പറ്റും. നല്ല കാര്യമാണ് അതൊരു പോലീസ്മാന്. ദേ ലുക്ക് അറ്റ് ഓൾ സൈഡ്സ് ഓഫ് എൻ ഇഷ്യൂ. ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഇവർ എല്ലാ ഭാഗവും ആലോചിക്കാൻ പറ്റും, ഈ പറയുന്നവന്റെ കാഴ്ചപ്പാട് മാത്രമല്ല. ഓക്കെ, ദ ടെസ്റ്റ് ഫോർ ക്ലാരിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇവരൊരു കാര്യം മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്കുള്ള ക്ലാരിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഇവർ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡയറക്റ്റ് ചോദിക്കും, ഇല്ലെങ്കിൽ അതിന്റെ പുറകെ അന്വേഷിക്കും. ഗൂഗിൾ ചെയ്യേ അല്ലെങ്കിൽ പുറകെ അന്വേഷിച്ച് പോവേ അത് അങ്ങനെ ഈ പറഞ്ഞത് തന്നെയാണോ സത്യം എന്ന് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കും ഇവർ. ദ ടെസ്റ്റ് ഫോർ ക്ലാരിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്. മൂന്നാമത്തെ പോയിന്റ്, ദേ വെൽക്കം കോംപ്ലക്സ് ആൻഡ് ചാലഞ്ചിങ്. ഇവർക്ക് ഈ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ കേൾക്കാനാണ് ഇഷ്ടം. ആരും സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതല്ല ഇവർക്ക് ഇഷ്ടം. ഓക്കെ, പോസിറ്റീവ് അവിടെ നിൽക്കട്ടെ. നെഗറ്റീവ് എഴുതി വെക്കുക. They are overly detail oriented. Overly detail oriented. Overly detail oriented. ഇത് വളരെ ദോഷം. എല്ലാ വിഷയവും കിട്ടിയിട്ടേ ഞാൻ അന്വേഷിക്കൂ എന്ന് പറഞ്ഞാൽ പോലീസുകാരന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അത്രയും ഡീറ്റെയിൽ എപ്പോഴും കിട്ടണമെന്നില്ല, കേട്ടതിന്റെ പുറത്ത് ആക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവർക്ക് എത്ര ഡീറ്റെയിൽ കിട്ടിയാലും പോരാ, ബാക്കി കൂടി ആ ഒരു ഫീൽ ഉള്ളവരാണ്. നിങ്ങൾക്ക് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ ഓവർലി ഡീറ്റെയിൽ ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ദേ ടേക്ക് എ ലോങ് ടൈം ടു മേക്ക് ഡിസിഷൻസ്. ഒരു കാര്യം കേട്ടാൽ അതിന്റെ പുറത്ത് അപ്പം തന്നെ ആക്ട് ചെയ്യില്ല, മുഴുവൻ അറിഞ്ഞിട്ടേ ആക്ട് ചെയ്യുള്ളൂ. ദേ ടേക്ക് എ ലോങ് ടൈം ടു ടേക്ക് ഡിസിഷൻസ്. തീരുമാനം എടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അത് ദോഷമാണ്. കാരണം പോലീസ്മാന് ചിലപ്പോൾ ചില കാര്യങ്ങൾ കേട്ട ഉടനെ ആക്ട് ചെയ്യേണ്ടി വരും, പിന്നെ ആലോചിച്ചിരിക്കാനൊന്നും സമയം കിട്ടില്ല. ഓരോ സംഭവങ്ങൾ അങ്ങനത്തെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ദോഷം ഉണ്ടാവും. ആൻഡ് മൂന്നാമത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, ദേ ഡിസ്കൗണ്ട് ഇൻഫർമേഷൻ ഫ്രം നോൺ എക്സ്പേർട്സ്. എന്ന് വെച്ചാൽ ഇവര് പറയുന്ന ആളുടെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് ഒരു കാര്യം വിശ്വസിക്കും. ഒരു ഉദാഹരണം പറയാം. ഞാൻ സോഫ്റ്റ് സ്കില്ലിനെ കുറിച്ചോ അല്ലെങ്കിൽ സൈക്കോളജിയെ കുറിച്ചോ ഞാൻ പറഞ്ഞാൽ ഇവർ കേൾക്കും. കാരണം ഇത് രണ്ടും എൻ്റെ ഡൊമൈനാണ്, എൻ്റെ സ്ട്രെങ്ത് ആണ്. ഓക്കെ, കാരണം ബൈ ക്വാളിഫിക്കേഷൻ ഞാൻ MBA MSc സൈക്കോളജിയാണ്. അതേസമയം ഞാൻ ഇവിടെ ഇരുന്ന് എഞ്ചിനീയറിംഗിനെ കുറിച്ച്, ഈ ലൈറ്റിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ മൈക്കിനെ കുറിച്ച്, സൗണ്ടിനെ കുറിച്ചൊക്കെ ഒരു കമന്റ് പറഞ്ഞാൽ ഇവർ മുഴുവനായിട്ട് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്താ, ഞാൻ ഈ സൗണ്ടിനെ ഒന്നും അധികം അറിയുന്ന, എഞ്ചിനീയറിംഗ് ഒന്നും അത് അറിയുന്ന വ്യക്തിയല്ല, അതിൽ ഞാൻ എക്സ്പേർട്ട് അല്ല. അപ്പോൾ എക്സ്പേർട്ട് അല്ലാത്ത ആ വിഷയത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അറിവ് അവർ പരിപൂർണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല. ദേ ഡിസ്കൗണ്ട് ഇൻഫർമേഷൻ ഫ്രം നോൺ എക്സ്പേർട്സ്. അത് ദോഷമാണ് കേട്ടോ ചില സന്ദർഭങ്ങളിൽ. കാരണം ആ പറയുന്ന ആൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള അനുഭവം ഉണ്ടെങ്കിലോ, പക്ഷെ ഇവരത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി ടൈം ഓറിയന്റഡ് ആരൊക്കെയാ? ടൈം ഫൈൻ, ഇനഫ്. നിങ്ങളുടെ പോസിറ്റീവ്സ് പറയാം. ദ മാനേജ് ആൻഡ് സേവ് ടൈം.
ഇതിന്റെ അർത്ഥം ഇവർ നന്നായിട്ട് ടൈം മാനേജ് ചെയ്യുന്ന ആൾക്കാരാണെന്നല്ലാട്ടാ, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇവർ സംസാരിക്കുമ്പോൾ ദേ മാനേജ് ആൻഡ് സേവ് ടൈം. ഇവരുടെ കമ്മ്യൂണിക്കേഷനിലെ മാത്രം കാര്യങ്ങളാണ് ഞാൻ പറയണേ, അതല്ലാതെ ഇവരുടെ സ്വഭാവമല്ല. ദേ മാനേജ് ആൻഡ് സേവ് ടൈം. ദേ ഗീവ് ക്യൂസ് ടു അതേഴ്സ് വെൻ ടൈം ഈസ് ബീങ് വേസ്റ്റഡ്. ടൈം വേസ്റ്റ് ചെയ്താൽ ഇവർ സൂചന നൽകും. ടൈം വേസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് സൂചന നൽകും. ദേ ലെറ്റ് അതേഴ്സ് നോ ലിസണിംഗ് ടൈം റിക്വയർമെന്റ്സ്. ഇവര് ബാക്കിയുള്ളവരെ അറിയിക്കും ലിസണിംഗ് ടൈം എത്രയാണെന്നുള്ളത്. നെഗറ്റീവ് പറയാം. ദേ ടെൻഡ് ടു ബി ഇംപേഷ്യന്റ് വിത്ത് ടൈം വേസ്റ്റേഴ്സ്. ടൈം വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഇവർ ഇംപേഷ്യന്റ് ആവും. അത് വളരെ ദോഷമാണ്. ചിലവർ അങ്ങനെയാണ്, ടൈം വേസ്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ആളാണെങ്കിലോ, അങ്ങനത്തെ ഒരു വാദിയാണ്, അല്ല സോറി, ഒരു സാക്ഷിയാണ് നിങ്ങളുടെ മുമ്പിലെങ്കിലോ നിങ്ങൾ ഇംപേഷ്യന്റ് ആയാൽ നിങ്ങൾക്കാണ് നഷ്ടം. രണ്ടാമത്തെ പോയിന്റ്, ദേ റഷ് സ്പീക്കേഴ്സ്. ഇവര് പെട്ടെന്ന് വാച്ചും ക്ലോക്കും നോക്കിയിട്ട് പറയുന്ന ആളെ തിരക്ക് പിടിപ്പിക്കും. ദ റഷ് സ്പീക്കേഴ്സ് ബൈ ഫ്രീക്വന്റ്ലി ലുക്കിംഗ് അറ്റ് വാച്ച്. ദ റഷ് സ്പീക്കേഴ്സ് ബൈ ഫ്രീക്വന്റ്ലി ലുക്കിംഗ് അറ്റ് വാച്ച്. ഇത് ദോഷം ചെയ്യൂട്ടാ. മൂന്നാമത്തെ, അത് വലിയ പ്രോബ്ലം ഇല്ല. ദേ ലിമിറ്റ് ക്രിയേറ്റിവിറ്റി ബൈ ഇമ്പോസിംഗ് ടൈം പ്രഷർ. ലിമിറ്റ് ക്രിയേറ്റിവിറ്റി ബൈ ഇമ്പോസിംഗ് ടൈം പ്രഷർ. ഇത് ജോലിയായിട്ട് ബന്ധമില്ല, അപ്പൊ അത് വിട്ടേക്കാം. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാം നമുക്ക്, ക്ലാസ് കഴിയുന്നതിനേക്കാളും മുമ്പ്. ഇത് പറയിട്ടിട്ട് നമുക്ക് നിർത്തിക്കാം. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ നെഗറ്റീവ് അറിഞ്ഞു. ഇനി നെഗറ്റീവ് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ നെഗറ്റീവ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങളുടെ ഉള്ളിൽ അറിയണം, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അറിയണം. സബ് കോൺഷ്യസ് മൈൻഡിൽ അറിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതനുസരിച്ച് ബിഹേവിയർ മാറ്റും. ഈ നെഗറ്റീവ്സ് നിങ്ങൾ കുറച്ചാൽ നിങ്ങളുടെ ലിസണിങ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യും. നിങ്ങളുടെ ലിസണിങ് സ്റ്റൈൽ അത് തന്നെയാട്ടാ. ടൈം ഓറിയന്റഡ് ആണ്, പീപ്പിൾ ഓറിയന്റഡ് ആണ്, ആക്ഷൻ ആണ്, കണ്ടന്റ് ആണ്. അതിൽ മാറ്റം വരില്ല. പക്ഷേ നിങ്ങളുടെ അതാത് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളുടെ നെഗറ്റീവ്സ് കുറച്ചാൽ ഈ സ്റ്റൈലിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ലിസണിങ് സ്കില്ല് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നൊക്കെ അറിയുന്നവരായിരിക്കും. ഉപബോധ മനസ്സിലൊരു കാര്യം കയറി കഴിഞ്ഞാൽ അത് എപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യണോ അപ്പോൾ പുറത്തു വരും. നമ്മൾ ആ മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ശോഭനയുടെ കുട്ടിക്കാലം, കളവും കാര്യങ്ങളൊക്കെ പ്രശ്നം. പിന്നെ കൽക്കട്ടയിൽ പോകുന്നു, നല്ല ലൈഫ്, ഒരു കുഴപ്പമില്ല. തിരികെ വരുന്നു. അഗെയിൻ ഈ സാധനങ്ങളൊക്കെ തലപൊക്കുന്നു. സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കേണ്ടായിരുന്ന ഈ സാധനങ്ങളൊക്കെ പിന്നെയും പുറത്തു വന്നു, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ പിന്നെയും പഴയ ആളായി മാറി. ഇറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഈ നെഗറ്റീവ് ഉണ്ടെന്നൊരു ഫീല് വന്നാൽ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ധാരണ വന്നാൽ, എപ്പോഴൊക്കെയാണോ ഒരു സംഭാഷണം, ഒരു കോൺവെർസേഷൻ ഉണ്ടാവണേ, നിങ്ങൾ ലിസൺ ചെയ്യണേ, അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇത് കൺട്രോൾ ചെയ്യും. അത് നിങ്ങൾ അറിയണ്ട, കൺട്രോൾ ചെയ്യും. പക്ഷെ അതിൽ വേണ്ടത് ഇത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് കയറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള മാർഗം പറഞ്ഞുതരാം. നിങ്ങൾ ഈ കാര്യം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും വായിക്കണം. ഒരു ഉദാഹരണം പറയാം. കണ്ടന്റ് ഓറിയന്റഡ്, ഇതിലുള്ള 3 പോയിന്റ് എഴുതരുത് കേട്ടാ. ഏത് പോയിന്റാണ് ഏറ്റവും അധികം വേണ്ട അത് എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ, ഓവർലി ഡീറ്റെയിൽ ഓറിയന്റഡ്, അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് എഴുതി വെക്കുക. ഓവർലി ഡീറ്റെയിൽ ഓറിയന്റഡ്. ഇതൊരു ദിവസം 3 പ്രാവശ്യമെങ്കിലും വായിക്കണം അടുത്ത 90 ദിവസത്തേക്ക്. സാറേ 3 അല്ല, ഞാൻ 6 പ്രാവശ്യം വായിക്കാം, 45 ദിവസം കൊണ്ട് തീരുമെന്ന് ചോദിച്ചാൽ തീരില്ല കേട്ടാ. 90 ദിവസം മിനിമമാണ്, അത് വിട്ട് നിങ്ങൾക്ക് പോകാം. 3 times a day മിനിമം. നിങ്ങൾ 4 5 പ്രാവശ്യം വായിച്ചോ, കുഴപ്പമില്ല, അത്രയും നല്ലതാണ്. ഇത് ഓട്ടോമാറ്റിക്കലി 90ാമത്തെ ദിവസം തൊട്ടാണ് ഇമ്പ്രൂവ്മെന്റ് എന്ന് വിചാരിക്കരുത്. 10-30 ദിവസം കഴിഞ്ഞാൽ ഇത് തുടങ്ങും കുറേശ്ശെ ഇമ്പ്രൂവ്മെന്റ്. 90 days എങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യണം. സൺഡേ ഹോളിഡേ അല്ല, അറ്റ് എ സ്ട്രെച്ച് 90 days കേട്ടാ, ഒന്നാമത്തെ കാര്യം. ഇനി 3 times a day എന്ന് പറഞ്ഞാൽ കാലത്ത് എഴുന്നേറ്റ് 3 പ്രാവശ്യം വായിക്കൽ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഒരു ഗുളിക 3 പ്രാവശ്യം എഴുതി തന്നാൽ ഡെയിലി 3 times പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് 3 വിഴുങ്ങില്ലല്ലോ. നമ്മളത് 3 ഇന്റർവെല്ലാണ് കഴിക്കുന്നത്. അപ്പൊ ഇതും അതുപോലെ ഡിഫറെന്റ് ഇന്റർവെൽസിൽ വേണം വായിക്കാൻ. സെയിം ടൈം പോരാ. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് പോയിന്റ്. 90 days വേണം. ഇത് ചെയ്താൽ മാറ്റം വരുന്നുള്ളത് ഞാൻ ഇവിടെ ഇരുന്ന് അഷ്വർ ചെയ്യാം. ഇത് റെക്കോർഡഡ് ആണ്, തെളിവുണ്ട്. 90 ദിവസം കഴിഞ്ഞാലും നിങ്ങൾ ഇവിടെ ഉണ്ടാവും, ഞാൻ ഇവിടെ ഉണ്ടാവും. നമുക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും. ഇത് ഗ്യാരണ്ടീഡ് ആണ്. കാരണം കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് ഞാൻ പലരിലും ചെയ്യിച്ചിട്ടുള്ളതാണ്, ലൈവ് ചെയ്യിച്ചിട്ടുള്ളതാണ്, ഇഫക്റ്റീവ് ആണ്. ഇതൊരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുപോകുന്ന സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. ക്ലിയർ? ഇതങ്ങ് ചെയ്യാം. അപ്പം ഇത് 3 പ്രാവശ്യം വായിക്കാൻ അല്ലെങ്കിൽ എപ്പോഴും വായിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പ്ലേസ് ഇടണം. അതിൽ ഏറ്റവും നല്ലൊരു സ്ഥലം നിങ്ങളുടെ പുസ്തകമോ ഒന്നുമല്ല, നിങ്ങളുടെ സ്ക്രീൻ സേവർ ആക്കിയിട്ടു മൊബൈലിൽ. ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇടവിട്ട് നോക്കും. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട. ഓവർലി ഡീറ്റെയിൽ ഓറിയന്റഡ് ആണ് ഞാൻ, എനിക്ക് മാറ്റം വരുത്തണം, അത്രയൊന്നും വേണ്ട. ഓവർലി ഡീറ്റെയിൽ ഓറിയന്റഡിന് മാത്രം എഴുതിയാൽ മതി.
ഓക്കെ, സോ ദാറ്റ്സ് ഓവർ. ഒരു 3 minutes ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ സെഷൻ കഴിയാം. കാരണം എംപത്തറ്റിക് അപ്രോച്ച് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഇത് തുടങ്ങാൻ വൈകിയ കാരണം എനിക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റില്ല, എങ്കിലും അത് പറയണം. പോലീസുകാർ എമ്പതി കാണിക്കണം എന്നാണ് ജനം പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും അത് ഉണ്ടാവുന്നില്ല, അറ്റ്ലീസ്റ്റ് സംടൈംസ് അത് ഉണ്ടാവുന്നില്ല, ഓൾവേസ് ഞാൻ പറയുന്നില്ല. നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഒരു മൊബൈൽ അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിലാണെന്ന് ആലോചിച്ചോളൂ. എമ്പതി കാണിക്കാത്തത് ലൈവായിട്ട് എടുത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. അത് കാണിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഞാൻ ഒരു പരാതിക്കാരൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഐ കോണ്ടാക്ട് തരുന്നില്ലെങ്കിൽ അത് എമ്പതി അല്ല എന്നർത്ഥം. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് വേണ്ട ഒരു കൺസെൻട്രേഷൻ നിങ്ങൾ തരുന്നില്ല. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മൊബൈലും പിടിച്ചിട്ട് പറഞ്ഞോ നല്ല ധാരണയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എമ്പതി അല്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഫോൺ കോൾ വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി പുള്ളിയോട് 1 minute വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുക, ഫോൺ ഫിനിഷ് ചെയ്യുക, എന്നിട്ട് കേൾക്കുക. അതല്ലാതെ ചെയ്താൽ അത് എമ്പതി അല്ല. ഇത് ലൈവ് എടുത്ത് വിടുന്നത് നിങ്ങൾക്ക് പ്രശ്നമാവണതല്ല, അത് സെക്കൻഡറി ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ചെയ്യുന്നത് ജസ്റ്റിഫയബിൾ അല്ല. സോ യു ആർ സപ്പോസ് ടു ബി എംപത്തറ്റിക് ടുവേർഡ്സ് ദ പബ്ലിക്. ആ എംപതി നിങ്ങളുടെ ബിഹേവിയറിൽ കാണണം. അപ്പോൾ ഒന്നൊരാൾ പറയുമ്പോൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ചിരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു പ്ലീസിങ് ആവുക. പ്രതിയോടല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു കോമൺ മാനോടാണ്. അവരുടെ പരാതികൾക്ക് ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് വേണം. അവരുടെ ഏജ് കൺസിഡർ ചെയ്യണം. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പോലീസ് ഓഫീസേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരും, എങ്ങനെയാണ് സ്റ്റേഷനിൽ വരുമ്പോൾ ബിഹേവിയർ ഉണ്ടെന്നൊക്കെ. ഞാൻ പറയുന്നത് എമ്പതി എന്ന പോയിന്റ് മാത്രം. ഈ എമ്പതി നിങ്ങൾ കാണിക്കണം. ഓക്കെ, സോ ഇൻ ഡീറ്റെയിൽ പോകാൻ ഇനി പറ്റില്ല, കാരണം നിങ്ങളുടെ ടീ ബ്രേക്ക് കഴിഞ്ഞ അടുത്ത സെഷനായി. ഓക്കെ, സോ വിത്ത് ദാറ്റ് ഐ കൺക്ലൂഡ്. നമുക്ക് ഇനി നിങ്ങളുടെ കുറച്ച് ദിവസത്തെ നാളത്തെ കൂടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം മീൻസ് ഇത് കഴിഞ്ഞിട്ട് വി വിൽ ബി ബാക്ക്, എൻ്റെ ടീം വിൽ ബി ബാക്ക്. വി വിൽ ബി ഹാവിങ് ക്ലാസ്സസ് അഗെയിൻ ഈ ഓറിയന്റേഷൻ്റെ ഭാഗമായിട്ട്. നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഓരോ ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ അവിടുത്തെ ഇൻചാർജ് ഓഫീസേഴ്സ് നിങ്ങളോട് ഫീഡ്ബാക്സ് ചോദിക്കും. സത്യസന്ധമായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും പറഞ്ഞ ഫാക്കൽറ്റിയുടെ ശൈലി ഇഷ്ടപ്പെടാതെ വരികയല്ല, നിങ്ങൾക്ക് മനസ്സിലാവാതെ വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയോ ചെയ്താൽ അത് പറയണം. നല്ലതാണെങ്കിൽ മാത്രം പറയണമെന്നല്ല, ചീത്തയുണ്ടെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ളതും പറയണം. ഓക്കെ, കാരണം ഈ ക്ലിയർ ഫീഡ്ബാക്സ് എനിക്ക് എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് കിട്ടുമ്പോൾ മാത്രമാണ് എൻ്റെ ടീമിൽ ആരുടെയൊക്കെ ഏതൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ്. വിത്ത് ദാറ്റ് വി ക്യാൻ കൺക്ലൂഡ്. ഇറ്റ് വാസ് നൈസ് ഇന്ററാക്ടിങ് വിത്ത് യു പീപ്പിൾ. ഐ റിയലി എൻജോയ്. വളരെ സന്തോഷമുണ്ട്. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് എക്സ്പെക്ടേഷൻസും ഡ്രീംസും കൊണ്ടാണ് ഈ പ്രൊഫഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത്. ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമും ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ വന്നിട്ടുള്ള 2600+ ആൾക്കാരെ കുറിച്ച് നല്ലത് മാത്രം സൊസൈറ്റിയിൽ കേൾക്കട്ടെ, സമൂഹത്തിന് നന്മ മാത്രം നിങ്ങളിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടവാങ്ങാണ്. താങ്ക് യു.